10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ രണ്ടാമത്തെ അധ്യായമാണ് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി. ഈ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നുള്ളത് ഒരു മുദ്രാവാക്യമാണ്. ഈ മുദ്രാവാക്യം ലോകത്തെ പ്രധാനപ്പെട്ട ഒരു വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. ആ വിപ്ലവത്തിൻ്റെ പേരാണ് ഫ്രഞ്ച് വിപ്ലവം. 1789 ഫ്രഞ്ച് വിപ്ലവം നടക്കുന്നത്. ഈ ഫ്രഞ്ച് വിപ്ലവം നടന്ന സ്ഥലം ഫ്രാൻസ് ആണ്. ഫ്രാൻസ് എന്ന് പറയുന്ന രാജ്യം സ്ഥിതി ചെയ്യുന്നത് യൂറോപ്യൻ വൻകരയിലാണ്. യൂറോപ്യൻ വൻകരയിൽ നിരവധി രാജ്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ് ഫ്രാൻസ്. ഈ ഫ്രാൻസിൽ നടന്ന ഫ്രഞ്ച് വിപ്ലവം യൂറോപ്യൻ സമൂഹത്തിൽ, അതുപോലെ ഫ്രാൻസിൽ, അതുപോലെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഒരുപാട് മാറ്റങ്ങൾക്ക് കാരണമായി. ഇതിനെക്കുറിച്ചെല്ലാമാണ് ഈ പാഠത്തിൽ ചർച്ച ചെയ്യുന്നത്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ കാരണങ്ങൾ എന്തെല്ലാമാണ്, ഇതിൻ്റെ അനന്തര ഫലങ്ങൾ എന്തെല്ലാമാണ് എന്നൊക്കെ നമുക്ക് പഠിക്കാം. ആദ്യമായി ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ കാരണങ്ങൾ നമുക്ക് നോക്കാം. 1. ഫ്രാൻസിലെ സ്വേച്ഛാധിപത്യ ഭരണക്രമം. രാജാക്കന്മാരും ഭരണാധികാരികളും അവർക്ക് തോന്നിയ പോലെ ഭരിക്കുന്ന രീതി, അത് ഫ്രഞ്ച് വിപ്ലവത്തിന് കാരണമായി. ജനങ്ങൾ അതിനെതിരെ പ്രതികരിച്ചപ്പോൾ ഫ്രഞ്ച് വിപ്ലവം ആരംഭിച്ചു. അടുത്ത പോയിൻ്റ്, ഭരണാധികാരികളുടെ ധൂർത്തും അഴിമതിയും. അടുത്ത പോയിൻ്റ്, ഫ്രഞ്ച് സാമൂഹിക വ്യവസ്ഥിതി. ഫ്രഞ്ച് സമൂഹത്തിലുണ്ടായിരുന്ന ഒരു വ്യവസ്ഥ, ഒരു സമൂഹത്തിൻ്റെ ഒരു വിഭജനം, അഥവാ സമൂഹത്തെ എസ്റ്റേറ്റുകൾ എന്ന് വിവരിച്ചിരുന്നു. അത് നമുക്ക് പഠിക്കാം. അടുത്ത പോയിൻ്റ്, മധ്യവർഗത്തിൻ്റെ ഉയർച്ച. ഫ്രാൻസിലെ സമൂഹത്തിൽ, അഥവാ ഫ്രഞ്ച് സമൂഹത്തിലെ മധ്യവർഗത്തിൻ്റെ, മധ്യവിഭാഗത്തിൻ്റെ, മിഡിൽ ക്ലാസിൻ്റെ ഉയർച്ച. അടുത്ത പോയിൻ്റ്, ഫ്രാൻസിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി. ഫ്രാൻസിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായി, അഥവാ സമ്പത്ത് ഇല്ലാത്ത ഒരവസ്ഥ വന്നു. ആൾക്കാരുടെ കയ്യിൽ പണമില്ലാത്തൊരവസ്ഥ വന്നു. രാജ്യത്തിൻ്റെ കയ്യിൽ പണമില്ലാത്തൊരവസ്ഥ വന്നു. അതും ഫ്രഞ്ച് വിപ്ലവത്തിന് കാരണമായി. അടുത്ത പോയിൻ്റ്, ചിന്തകന്മാരുടെ ആശയങ്ങളുടെ സ്വാധീനം. ഫ്രഞ്ച് സമൂഹത്തിൽ ഒരുപാട് ബുദ്ധിജീവികൾ, ചിന്തകന്മാരുണ്ടായിരുന്നു. അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ പുസ്തകങ്ങളും അവരുടെ ആശയങ്ങളുമെല്ലാം ഫ്രഞ്ച് വിപ്ലവത്തിനു കാരണമായി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഫ്രഞ്ച് വിപ്ലവത്തിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഫ്രാൻസിലെ ഭരണാധികാരികളുടെ സ്വേച്ഛാധിപത്യ ഭരണക്രമം. അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാം. ഫ്രാൻസ് ഭരിച്ചിരുന്നത് ബൂർബൺ രാജവംശമാണ്. ഈ രാജവംശത്തിലെ ഭരണാധികാരികളെല്ലാം സ്വേച്ഛാധിപതികളായിരുന്നു, അഥവാ അവർക്ക് തോന്നിയ പോലെയാണ് അവർ ഭരിച്ചിരുന്നത്. അവർ വിശ്വസിച്ചിരുന്ന ഒരു ആശയമായിരുന്നു ദൈവദത്താധികാര സിദ്ധാന്തം, ഡിവൈൻ റൈറ്റ് തിയറി. ഈ ദൈവദത്താധികാര സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ രാജാവ് ദൈവത്തിൻ്റെ പ്രതിനിധിയാണ്. രാജാവിൻ്റെ അധികാരം ദൈവത്തിൽ നിന്ന് ലഭിച്ചതാണ്. രാജാവിന് കടപ്പാട് ദൈവത്തോട് മാത്രമാണ്, അല്ലാതെ ജനങ്ങളോട് യാതൊരു കടപ്പാടും രാജാവിനില്ല എന്നുള്ള ദൈവദത്താധികാര സിദ്ധാന്തത്തിലാണ് ഫ്രാൻസിലെ രാജാക്കന്മാർ വിശ്വസിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്താലും അവരെ ചോദ്യം ചെയ്യാൻ ജനങ്ങൾക്ക് അധികാരമില്ല, ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ എന്നൊക്കെയാണ് അവർ പറഞ്ഞിരുന്നത്. അതുപോലെ അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു പ്രശ്നം, ഫ്രാൻസിലൊരു പാർലമെൻറ്റ് ഉണ്ടായിരുന്നു. ആ പാർലമെൻറ്റിൻ്റെ പേര് എസ്റ്റേറ്റ്സ് ജനറൽ എന്നായിരുന്നു. ഈ പാർലമെൻറ്റ്, ഒരു രാജ്യത്തെ പാർലമെൻറ്റ് എന്ത് ചെയ്യണം? ഇടയ്ക്കിടയ്ക്ക് സമ്മേളനം നടത്തണം. ആ സമ്മേളനം നടത്തിയിട്ട് ജനങ്ങളുടെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യണം. എന്നാൽ ഈ ഫ്രാൻസിലെ പാർലമെൻറ്റ് ഒരുപാട് വർഷക്കാലം പാർലമെൻറ്റ് വിളിച്ചു ചേർത്ത് സമ്മേളനം കൂടിയില്ല. 1614 അവസാനമായി പാർലമെൻറ്റ് യോഗം നടന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഇതിനോടൊക്കെ എതിർപ്പുണ്ടായിരുന്നു. ഇനി അവിടുത്തെ പ്രധാനപ്പെട്ട ഭരണാധികാരികൾ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രധാനപ്പെട്ട ഒരു ഭരണാധികാരിയായിരുന്നു ലൂയി 14. അദ്ദേഹം പറഞ്ഞൊരു വാക്കാണ്, ഞാനാണ് രാഷ്ട്രം, ഐ ആം ദ സ്റ്റേറ്റ്. അതൊരു അഹങ്കാരത്തിൻ്റെ വാക്കായിരുന്നു. എന്നെ ചോദ്യം ചെയ്യാൻ ആരുമില്ല, ഞാനാണ് രാഷ്ട്രം എന്ന് അദ്ദേഹം പറഞ്ഞു. മറ്റൊരു ഭരണാധികാരിയാണ് ലൂയി 15. ഈ ലൂയി 15 എന്ത് ചെയ്തു? ഇദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് അഴിമതി ധാരാളമായി നടത്തി, കറപ്ഷൻ ധാരാളം നടത്തി. അതുപോലെ ധൂർത്ത്, പണം അനാവശ്യമായി കുറേ ചിലവഴിച്ചു. ഒരുപാട് യുദ്ധങ്ങൾ നടത്തി. ഇങ്ങനെ യുദ്ധങ്ങൾ നടത്തിയപ്പോൾ എന്തായി? രാജ്യത്തിൻ്റെ സമ്പത്തൊക്കെ ഇല്ലാതായി. ഇങ്ങനെ സമ്പത്ത് രാജ്യത്ത് കുറഞ്ഞപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? സമ്പത്ത് ഉണ്ടാക്കാൻ വേണ്ടി പുതിയ നികുതികൾ അദ്ദേഹം ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ തുടങ്ങി. ഇത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ജനങ്ങൾക്ക് ഇദ്ദേഹത്തോട് എതിർപ്പുണ്ടായി. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഭരണാധികാരിയാണ് ലൂയി 16. ഇദ്ദേഹത്തിൻ്റെ ഭരണകാര്യങ്ങളിൽ യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. ഇദ്ദേഹം ഭരണകാര്യങ്ങൾ ഉദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ മന്ത്രിമാരെ ഏൽപ്പിച്ചുകൊണ്ട് ഇദ്ദേഹം വെറുതെ ഇരിക്കുന്ന ഒരു പ്രകൃതക്കാരനായിരുന്നു. ഇദ്ദേഹത്തിനൊരു ഭാര്യ ഉണ്ടായിരുന്നു. ഭാര്യയുടെ പേരാണ്
മേരി ആൻ്റോയിനറ്റ്. ഈ മേരി ആൻ്റോയിനറ്റ് എന്ത് ചെയ്യും? ഈ ലൂയി 16 ഭാര്യയാണല്ലോ, അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യും? ഈ സ്ത്രീ എന്ത് ചെയ്യും? ഭരണകാര്യങ്ങളിലൊക്കെ അമിതമായി ഇങ്ങനെ ഇടപെടും. അതുപോലെ ഈ സ്ത്രീ ധൂർത്ത് ധാരാളം നടത്തും. അതുപോലെ ആഡംബര ജീവിതമൊക്കെയാണ് ഈ സ്ത്രീ നയിച്ചിരുന്നത്. അതുകൊണ്ട് ഇതും ജനങ്ങൾക്ക് എതിർപ്പുണ്ടായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 4 ഭരണാധികാരികളുടെ ഈ പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെ ഫ്രാൻസിലെ ഭരണാധികാരികളോട് ജനങ്ങൾക്ക് എന്തുണ്ടായി? അനിഷ്ടം ഉണ്ടായി, അഥവാ എതിർപ്പുണ്ടായി, അഥവാ അവർക്ക് അപ്രിയരായി തീർന്നു. ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ഒരു ചോദ്യം കാണാം. ആ ചോദ്യത്തിന് ഉത്തരമാണ് ഈ ഭരണാധികാരികൾ ചെയ്ത ഈ കാര്യങ്ങളൊക്കെ. ഫ്രഞ്ച് വിപ്ലവത്തിന് കാരണമായ മറ്റൊരു ആശയമാണ്, അല്ലെങ്കിൽ മറ്റൊരു പോയിൻ്റാണ് ഫ്രഞ്ച് സാമൂഹിക വ്യവസ്ഥിതി, അഥവാ ഫ്രഞ്ച് സമൂഹത്തിൻ്റെ അവസ്ഥ. ഫ്രഞ്ച് സാമൂഹിക വ്യവസ്ഥിതി എന്ന് പറഞ്ഞാൽ ആ സമൂഹത്തെ 3ആയി തരംതിരിച്ചിരുന്നു, സമൂഹത്തെ 3ആയി വിഭജിച്ചിരുന്നു. ആ 3ആയുള്ള വിഭജനത്തെയാണ് നമ്മൾ എസ്റ്റേറ്റുകൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫ്രാൻസിലുണ്ടായിരുന്ന ഒരു പഴഞ്ചൊല്ലാണ് പ്രഭുക്കൾ യുദ്ധം ചെയ്യുന്നു, പുരോഹിതർ പ്രാർത്ഥിക്കുന്നു, സാധാരണക്കാർ നികുതി കൊടുക്കുന്നു. അപ്പോൾ പ്രഭുക്കൾക്ക് പണി എന്താണ്? യുദ്ധം ചെയ്യലാണ്. പുരോഹിതർക്ക് പണി പ്രാർത്ഥിക്കലാണ്. പുരോഹിതർ എന്ന് പറഞ്ഞാൽ മതവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പണ്ഡിതന്മാരാണ്. അവർക്ക് പണി പ്രാർത്ഥിക്കലാണ്. സാധാരണക്കാരാണ് നികുതി കൊടുക്കുക. അപ്പോൾ സാധാരണക്കാർക്കാണ് പ്രയാസം, അവർക്ക് നികുതി കൊടുക്കണം. അതുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ഇങ്ങനെ ഒരു പഴഞ്ചൊല്ലൊക്കെ ഉണ്ടായിരുന്നു. ഇനി ഞാൻ പറഞ്ഞു ഫ്രഞ്ച് സമൂഹത്തെ ആ സാമൂഹിക വ്യവസ്ഥിതി, എസ്റ്റേറ്റുകൾ എന്നുള്ളൊരു സാമൂഹിക വ്യവസ്ഥിതി ഉണ്ടായിരുന്നു. 3 എസ്റ്റേറ്റുകളാണ് ഉണ്ടായിരുന്നത്. 1-ാം എസ്റ്റേറ്റ്, 2-ാം എസ്റ്റേറ്റ്, 3-ാം എസ്റ്റേറ്റ്. ആദ്യമായി 1-ാം എസ്റ്റേറ്റിൽ ഉണ്ടായിരുന്ന പ്രധാന വിഭാഗം എന്ന് പറയുന്നത് പുരോഹിതന്മാർ അഥവാ മതപണ്ഡിതന്മാരായിരുന്നു. 2-ാം എസ്റ്റേറ്റിൽ അടങ്ങിയിരുന്ന ആൾക്കാർ പ്രഭുക്കളാണ്. 3-ാമത്തെ എസ്റ്റേറ്റിലാണ് സാധാരണക്കാരുണ്ടായിരുന്നത്. ഇനി 1-ാമത്തെ എസ്റ്റേറ്റിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. പുരോഹിതർ, ഇത് ഫസ്റ്റ് എസ്റ്റേറ്റാണ്, 1-ാമത്തെ എസ്റ്റേറ്റാണ്. പുരോഹിതർ എന്ന് പറഞ്ഞാൽ മതപണ്ഡിതന്മാരാണ്. കാത്തോലിക്ക സഭ എന്ന് പറയുന്നത് അന്നത്തെ ഒരു ഫ്രാൻസിലെ ഒരു മതസഭയാണ്, മതപണ്ഡിതന്മാരടങ്ങുന്ന ഒരു സഭയാണ് കാത്തോലിക്ക സഭ. ഈ കാത്തോലിക്ക സഭയ്ക്ക് ധാരാളം ഭൂസ്വത്ത് ഉണ്ടായിരുന്നു, അവർ സമ്പന്നരായിരുന്നു. ഇവരുടെ ഫ്രാൻസിലെ ഒരുപാട് ഭൂമി ഈ കാത്തോലിക്ക സഭയുടെ ഉടമസ്ഥതയിലായിരുന്നു. കാത്തോലിക്ക സഭയിൽ ഒരുപാട് പണ്ഡിതന്മാരുണ്ട്. അപ്പോൾ അവർ ഈ ഭൂമി കൈവശം വെക്കും. മാത്രമല്ല ഈ കാത്തോലിക്ക സഭക്കകത്ത് ആരാണ് ഉണ്ടാവുക? പുരോഹിതന്മാരാണ് ഉണ്ടാവുക. ഈ പുരോഹിതന്മാർക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അവരുടെ ഭൂമിയിൽ നിന്ന് ഭരണാധികാരികൾക്ക് നികുതി കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നാൽ കർഷകരുണ്ടായിരുന്നു. ആ കർഷകർക്ക് എന്ത് ചെയ്യണം? പുരോഹിതർക്ക് എന്ത് കൊടുക്കണം? ഒരു നികുതി കൊടുക്കണം. കർഷകർ പുരോഹിതർക്ക് കൊടുക്കുന്ന നികുതിയുടെ പേരാണ് ടൈത്. ആ ടൈത് എന്ന് പറയുന്ന നികുതി കർഷകർ പുരോഹിതർക്ക് കൊടുക്കണം. ഈ ടൈതിൻ്റെ അളവ് എന്ന് പറയുന്നത് 10-ൽ, വിളവിൻ്റെ 10-ൽ ഒരു ഭാഗം കർഷകർ നികുതിയായി പുരോഹിതർക്ക് കൊടുക്കണം. ഇതും എന്തുണ്ടായി? ജനങ്ങൾക്ക് പുരോഹിതരോടും രാജാക്കന്മാരോടും എതിർപ്പുണ്ടാവാൻ കാരണമായി, ഫ്രഞ്ച് വിപ്ലവത്തിന് കാരണമായി. 2-ാമത്തെ എസ്റ്റേറ്റാണ് പ്രഭുക്കൾ എന്ന് പറയുന്നത്. പ്രഭുക്കൾ എന്ന് പറയുന്നത് ഭരണരംഗത്ത് ഉയർന്ന സ്ഥാനമുള്ളവരായിരുന്നു, സൈന്യത്തിൽ ഉയർന്ന സ്ഥാനമുള്ളവരാണ്. അവർക്കൊരുപാട് ഭൂസ്വത്തുണ്ട്, അതുകൊണ്ട് അവർ ഭൂവുടമകളായിരുന്നു. ഇവർ ആഡംബര ജീവിതം, ലക്ഷറിയസ് ലൈഫാണ് ഇവർ നയിച്ചിരുന്നത്, പ്രഭുക്കന്മാർ. മാത്രമല്ല 1749 നിയമമുണ്ടായിരുന്നു. ആ നിയമം അനുസരിച്ച് ഫ്രാൻസിൽ എല്ലാ ജനങ്ങളും വരുമാനത്തിൻ്റെ 20-ൽ ഒരു ഭാഗം സർക്കാരിലേക്ക് നേരിട്ട് നികുതിയായി നൽകണം. ഈ നികുതിക്ക് പറയുന്ന പേരാണ് വോങ്തിയം. എന്നാൽ ഈ വോങ്തിയം എന്ന് പറയുന്ന നികുതി ആദ്യത്തെ 2 വിഭാഗങ്ങളായ പുരോഹിതന്മാരും പ്രഭുക്കന്മാരും എന്ത് ചെയ്യും? തന്ത്രപൂർവം, ബുദ്ധിപൂർവം വളരെ ചെറിയ തുക, വളരെ ചെറിയ പൈസ മാത്രം നൽകി അവർ രക്ഷപ്പെട്ട്, അവർ അങ്ങനെ സൂത്രത്തിൽ രക്ഷപ്പെടുന്ന ഒരു രീതിയാണ് അവർ സ്വീകരിച്ചിരുന്നത്. എന്നാൽ സാധാരണക്കാർക്കാണ് നികുതി ഭാരം മുഴുവൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ കാര്യം ആർക്കും ഇഷ്ടപ്പെട്ടില്ല, സാധാരണക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ പിന്നെ സാധാരണക്കാർ ഇതിനെതിരൊക്കെ പ്രതികരിച്ചിരുന്നു. ഇനി മറ്റൊരു വിഭാഗമാണ്, 3 എസ്റ്റേറ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. 3-ാമത്തെ എസ്റ്റേറ്റാണ് സാധാരണക്കാർ. സാധാരണക്കാർ എന്ന് പറയുന്നത് അതിൽ മധ്യവർഗം ഉൾപ്പെടുന്നുണ്ട്, തൊഴിലാളികൾ ഉൾപ്പെടുന്നുണ്ട്, കർഷകർ ഉൾപ്പെടുന്നുണ്ട്. ഈ മധ്യവർഗവും തൊഴിലാളികളും കർഷകരും എല്ലാം ഉൾപ്പെടുന്ന 3-ാമത്തെ എസ്റ്റേറ്റായ സാധാരണക്കാരെ കോമൺസ് എന്നും വിളിക്കാറുണ്ട്. സാധാരണക്കാരാണ് ജനസംഖ്യ കൂടുതലായി ഉണ്ടായിരുന്ന വിഭാഗം. മാത്രമല്ല ഇവർ ദരിദ്രരായിരുന്നു. ഇവർ ദരിദ്രരാവാൻ കാരണം എന്താണ്? ഇവരുണ്ടാക്കുന്ന വിളവ്, കൃഷി എന്താണെങ്കിലും അതിൽ നിന്ന് ഒരുപാട്
ഭാഗം പുരോഹിതന്മാർക്കും പ്രഭുക്കന്മാർക്കും രാജാക്കന്മാർക്കൊക്കെ നികുതിയായി നൽകണം. ബാക്കി ഇവർക്കൊന്നും കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ സാധാരണക്കാർ എപ്പോഴും ദാരിദ്ര്യത്തിലായിരുന്നു. മാത്രമല്ല ഇവർക്ക് രാജാവിന് നികുതി കൊടുക്കണം, പള്ളിക്ക് നികുതി കൊടുക്കണം, പ്രഭുവിന് നികുതി കൊടുക്കണം. അങ്ങനെ ഒരുപാട് പേർക്ക് വ്യത്യസ്ത നികുതികൾ കൊടുത്തുകൊണ്ട് ഇവരുടെ പൈസ മൊത്തം കഴിയുകയും അവർ ദാരിദ്ര്യത്തിലാവുകയും ചെയ്തു. മാത്രമല്ല ചില സമയങ്ങളിൽ എന്ത് ചെയ്യണം, ഈ സാധാരണക്കാർ രാജാവിന് വേണ്ടി അല്ലെങ്കിൽ ഭരണാധികാരികൾക്ക് വേണ്ടി നിർബന്ധിത സേവനങ്ങൾ ചെയ്യണം. നിർബന്ധിത സേവനം എന്ന് പറഞ്ഞാൽ എന്തായാലും ചെയ്യേണ്ട കുറച്ച് പണികൾ അവർക്കുണ്ടാവും. ആ പണിക്ക് എന്ത് ചെയ്യില്ല, കൂലി നൽകില്ല. കൂലിയില്ലാതെ നിർബന്ധിത സേവനങ്ങൾ അവർ ചെയ്യണം. എന്തൊക്കെയായിരുന്നു അവർ ചെയ്യേണ്ടിയിരുന്നത്? ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ സൈനിക സേവനം, പട്ടാളത്തിൻ്റെ കൂടെ യുദ്ധം ചെയ്യാൻ ഇറങ്ങണം. അതുപോലെ പൊതുനിരത്തുകൾ, പൊതുവഴികൾ അഥവാ ജലമാർഗങ്ങൾ, അതുകൂടാതെ പാലങ്ങൾ, പൊതുനിരത്തുകൾ, ജലമാർഗങ്ങൾ, പാലങ്ങൾ തുടങ്ങിയവിടെയൊക്കെ മരാമത്ത് പണി എന്ന് പറഞ്ഞാൽ അറ്റകുറ്റപ്പണികളാണ്. ആ അറ്റകുറ്റപ്പണികൾക്കൊക്കെ ഇവരെന്ത് ചെയ്യണം, ഈ സാധാരണക്കാരായ കോമൺസ് എന്ന് അറിയപ്പെടുന്ന മൂന്നാമത്തെ വിഭാഗം സൗജന്യമായി പണിയെടുത്ത് കൊടുക്കണം, ജോലി ചെയ്തു കൊടുക്കണം, സേവനം ചെയ്യണം. ഇങ്ങനെയുള്ള ഒരുപാട് നിയമങ്ങൾ സാധാരണക്കാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ സാധാരണക്കാർക്ക് എന്തുണ്ടായി, ഭരണകൂടത്തോടും മുകളിലുള്ള മറ്റു 2 എസ്റ്റേറ്റിനോടും പുരോഹിതന്മാരോടും പ്രഭുക്കന്മാരോടൊക്കെ എതിർപ്പുണ്ടാവാൻ കാരണമായി. ഇത് ഫ്രഞ്ച് വിപ്ലവത്തിന് ഒരു കാരണമായി മാറുകയാണ് ഉണ്ടായത്. അടുത്തതായി പറയുന്നത് മധ്യവർഗത്തെക്കുറിച്ചാണ്. മിഡിൽ ക്ലാസ്. 18ാം നൂറ്റാണ്ടിലാണ് മധ്യവർഗം ഫ്രാൻസിൽ ഉയർന്നു വരുന്നത്. ഈ മധ്യവർഗം എന്ന് പറയുന്നത് ഇവർ വളർന്നു വരാനുള്ള കാരണം ഫ്രാൻസിൽ കാർഷിക മേഖലയിലും വ്യാവസായിക മേഖലയിലും പുരോഗതി ഉണ്ടായി. അങ്ങനെ പുരോഗതി ഉണ്ടായപ്പോൾ കച്ചവടം വർദ്ധിച്ചപ്പോൾ ഒരുപാട് നഗരങ്ങൾ ഉണ്ടായി. ആ നഗരങ്ങളിൽ കച്ചവടം ചെയ്യാനുള്ള ഒരുപാട് സ്ഥലങ്ങൾ വർദ്ധിച്ചു. അങ്ങനെ അവിടെ കച്ചവടവും വാണിജ്യവും ഒക്കെ ചെയ്ത് ഒരു പുതിയ വിഭാഗം ഫ്രാൻസിൽ വളർന്നു വന്നു. അവരാണ് മധ്യവർഗം. ഈ മധ്യവർഗത്തിൽ എന്തുണ്ട്, കച്ചവടക്കാരുണ്ട്, ബാങ്കർമാർ, അതുപോലെ ഡോക്ടർമാർ, നിയമജ്ഞർ, വക്കീലന്മാരൊക്കെ ഈ മധ്യവർഗത്തിലുണ്ട്. ഇവർ കുറച്ച് സമ്പന്നരാണ്, സാമ്പത്തിക പുരോഗതിയുള്ള ആൾക്കാരാണ്. ഇങ്ങനെ സാമ്പത്തിക പുരോഗതിയും വിദ്യാഭ്യാസവും ഒക്കെയുള്ള ആൾക്കാരാണ് മധ്യവർഗം. എന്നാലും ഇവർക്ക് സമ്പത്തുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, ഇതൊക്കെ ഉണ്ടായിട്ടും ഇവരെന്ത് ചെയ്യണം, ഭരണകൂടത്തിനും പ്രഭുക്കന്മാർക്കും ഒരുപാട് നികുതികൾ നൽകണം. ഇവർക്ക് യാതൊരു പരിഗണനയും സമൂഹത്തിലുണ്ടായിരുന്നില്ല. സമ്പത്തും വിദ്യാഭ്യാസവും എല്ലാം ഉണ്ടായിട്ടും ഭരണത്തിലോ സൈന്യത്തിലോ ഒന്നും ഇവർക്ക് അർഹിക്കുന്ന പദവി ലഭിച്ചില്ല. ഇങ്ങനെ അർഹിക്കുന്ന പദവി ലഭിക്കാത്തത് കൊണ്ട് ഈ മധ്യവർഗം എന്ത് ചെയ്തു, ഭരണകൂടത്തിനെതിരെ തിരിഞ്ഞു. ഭരണകൂടത്തെ, അതും ഫ്രഞ്ച് വിപ്ലവത്തെ സ്വാധീനിച്ചു. മധ്യവർഗത്തിന് ഭരണകൂടത്തോടുള്ള എതിർപ്പും ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ വളർച്ചയ്ക്ക് വേഗത കൂട്ടി. ഈ മധ്യവർഗത്തെയാണ്, മിഡിൽ ക്ലാസ്സിനെയാണ് നമ്മൾ ബൂർഷ്വാസി എന്നൊക്കെ വിളിക്കാറുള്ളത്. ബൂർഷ്വാസി എന്നുള്ള പേരും മധ്യവർഗത്തെ വിളിക്കാറുണ്ട്. അടുത്തതായി സാമ്പത്തിക പ്രതിസന്ധി, എക്കണോമിക് ക്രൈസിസ്. ഈ സാമ്പത്തിക പ്രതിസന്ധിയും ഫ്രഞ്ച് വിപ്ലവത്തിന് കാരണമായി. ഇതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാം. 1770 ഫ്രാൻസിലെ കാർഷിക മേഖലയിൽ ഉൽപ്പാദനം കുറഞ്ഞു. അങ്ങനെ കാർഷിക മേഖലയിൽ ഉൽപ്പാദനം കുറഞ്ഞപ്പോൾ കാർഷിക വിഭവങ്ങൾ കുറഞ്ഞു. കുറവ് വിഭവങ്ങളായതുകൊണ്ട് തന്നെ അതിന് വിഭവങ്ങൾ വാങ്ങാൻ വേണ്ടി ഒരുപാട് പണം ചിലവഴിക്കണം. അങ്ങനെ ധാന്യങ്ങൾക്കും റൊട്ടികൾക്കൊക്കെ വില വർദ്ധിച്ചു. ഏകദേശം 60% വില വർധനയാണ് 1730, 1789 കാലഘട്ടങ്ങളിലൊക്കെ ഉണ്ടായത്. എന്നാൽ ഇത്രയും പണം കൊടുത്ത് അവിടുത്തെ ആളുകൾക്ക് ഇത് വാങ്ങാൻ കഴിവുണ്ടായിരുന്നില്ല. കാരണം അവരുടെ തൊഴിലാളികളുടെ കൂലി എന്ന് പറയുന്നത് വർദ്ധിച്ചത് വെറും 22% മാത്രമായിരുന്നു. അപ്പോൾ അവരുടെ കൂലി മൊത്തം കൊടുത്താലും അവർക്ക് റൊട്ടിയും ധാന്യങ്ങളും ഒന്നും വാങ്ങാൻ പറ്റാത്ത ഒരവസ്ഥ വന്നു. അതുപോലെ ഫ്രാൻസിൽ തീറ്റപ്പുല്ലിന് ക്ഷാമമുണ്ടായി. തീറ്റപ്പുല്ല് കുറഞ്ഞപ്പോൾ കന്നുകാലികൾക്ക് ആവശ്യമായ പുല്ല് നൽകാൻ പറ്റാതെ അത് കന്നുകാലി സമ്പത്തിനെ ബാധിച്ചു. ഇങ്ങനെ തീറ്റപ്പുല്ലിൻ്റെ ക്ഷാമം കാരണം അവിടുത്തെ ഒരുപാട് ജനങ്ങളുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗ്ഗം കന്നുകാലികളെ പോറ്റലാണ്. അങ്ങനെ തീറ്റപ്പുല്ലിന് ക്ഷാമം ഉണ്ടായ സമയത്ത് ജനസംഖ്യയുടെ 1/3 ഭാഗത്ത് ഈ തീറ്റപ്പുല്ല് ക്ഷാമം ബാധിച്ചു. കന്നുകാലിയുമായി ബന്ധപ്പെട്ട് ഉപജീവനം നടത്തുന്ന സാധാരണക്കാരായ ജനങ്ങളെ ഇത് ബാധിച്ചു. അതുപോലെ മറ്റൊരു പ്രശ്നമാണ് ഫ്രാൻസിലുണ്ടായത്. ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾക്കുള്ള ഇറക്കുമതിക്ക് നികുതി കുറച്ചു കൊടുത്തു. ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾക്കുള്ള ഇറക്കുമതി തീരുവ അഥവാ ടാക്സ് അഥവാ നികുതി കുറച്ചു. ഇങ്ങനെ നികുതി കുറച്ചപ്പോൾ ധാരാളം ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ഫ്രാൻസിലേക്ക് എത്താൻ തുടങ്ങി. അങ്ങനെ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ഫ്രാൻസിലേക്ക് എത്തിയപ്പോൾ ആളുകളെല്ലാം അത് വാങ്ങാൻ തുടങ്ങി. അങ്ങനെ ഫ്രാൻസിലെ ആളുകൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ ആരും വാങ്ങാതെയായി. അതുകൊണ്ട് തന്നെ ഫ്രാൻസിലെ കരകൗശല തൊഴിലാളികൾ അവരുടെ തൊഴിൽ നഷ്ടപ്പെട്ടു, അവർക്ക് സമ്പത്തില്ലാതെയായി. അതുകൊണ്ട് തന്നെ ഈ കാരണം കൊണ്ടൊക്കെ തന്നെ അവരെന്ത് ചെയ്തു, ഇവർ ഭരണകൂടത്തിനെതിരെ തിരിയാൻ തുടങ്ങി.
ഇങ്ങനെ ഫ്രാൻസിൽ സാമ്പത്തിക പ്രതിസന്ധി, സമ്പത്തില്ലാത്ത അവസ്ഥ രൂക്ഷമായപ്പോൾ ഈ പ്രതിസന്ധി മറികടക്കാൻ വേണ്ടി ലൂയി 16 എന്ത് ചെയ്തു? അവിടുത്തെ ബാങ്കർമാരിൽ നിന്ന്, സമ്പത്തുള്ള മുതലാളിമാരായ ബാങ്കർമാരിൽ നിന്ന് പണം വായ്പ തേടി. ഇങ്ങനെ പണം വായ്പ തേടുമ്പോൾ അതിന് പകരമായിട്ടൊരു ബോണ്ട് ഇവർക്ക് നൽകും. ബോണ്ട് എന്ന് പറഞ്ഞാൽ ഒരു കരാറാണ്. ഇത്ര കാലം കഴിയുമ്പോൾ നിങ്ങളുടെ പണം നിങ്ങൾക്ക് തിരിച്ചു തരാമെന്നുള്ളൊരു കരാറാണ് ബോണ്ട്. ഇതൊക്കെ അവർക്ക് കൊടുക്കും. ഇങ്ങനെ ആദ്യമൊക്കെ ബാങ്കർമാർ പണം വായ്പയായി നൽകി. പക്ഷേ ബാങ്കർമാർക്ക് മനസ്സിലായി ഫ്രാൻസിൻ്റെ ഖജനാവ്, ഫ്രാൻസിൽ പണമില്ല എന്നവർക്ക് മനസ്സിലായപ്പോൾ പിന്നീട് ബാങ്കർമാർ വായ്പയും നൽകാതായി. മാത്രമല്ല ഈ ബാങ്കർമാരുടെ ഒരു ആവശ്യമെന്ന് പറഞ്ഞാൽ രാജ്യത്ത് എല്ലാവർക്കും നികുതി ഒരുപോലെ ആയിരിക്കണം. കാരണം ബാങ്കർമാർക്ക് നല്ല നികുതി കൊടുക്കേണ്ടിയിരുന്നു. അതുകൊണ്ട് അവർക്ക് ഭരണകൂടത്തോട് ദേഷ്യം, ഒരു എതിർപ്പുണ്ടായിരുന്നു. അവരാവശ്യപ്പെട്ടു എന്ത്? ജനങ്ങൾക്ക് എല്ലാവർക്കും നികുതി ഒരുപോലെ വേണമെന്ന് അവരാവശ്യപ്പെട്ടു. ഈ നികുതിയിലുള്ള അസമത്വമാണ് ബാങ്കർമാർ അഥവാ മധ്യവർഗത്തെ ഭരണകൂടത്തിനെതിരെ തിരിയിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമായത്. തുടർന്ന് പറയാൻ പോകുന്നത് ചിന്തകന്മാരുടെ സ്വാധീനത്തെക്കുറിച്ചാണ്. ഫ്രഞ്ച് വിപ്ലവത്തിന് കാരണമായി ഒരുപാട് ചിന്തകന്മാരുടെ ആശയങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. തത്വചിന്തകരുടെ ആശയങ്ങൾ ഫ്രഞ്ച് ജനതയെ, ഫ്രഞ്ച് സമൂഹത്തെ തിന്മകൾക്കെതിരെ, അനീതിക്കെതിരെ പ്രതികരിക്കാൻ പ്രേരിപ്പിച്ചു. പ്രധാനപ്പെട്ട ഒരു ചിന്തകനാണ് വോൾട്ടയർ എന്ന് പറയുന്നത്. ഇദ്ദേഹം ഒരു തത്വചിന്തകനാണ് അഥവാ ഫിലോസഫറാണ്, ചരിത്രകാരനാണ്, ആക്ഷേപഹാസ്യകാരനാണ്. ആക്ഷേപഹാസ്യകാരൻ എന്ന് പറഞ്ഞാൽ തമാശയിലൂടെ വിമർശിക്കുന്ന ആളാണ്. ഇദ്ദേഹം ഫ്രാൻസിലെ പുരോഹിതന്മാരെയൊക്കെ ധാരാളം വിമർശിച്ചു. ഇദ്ദേഹത്തിൻ്റെ രചനകളിലും കാര്യങ്ങളിലുമൊക്കെ ഇദ്ദേഹം ഫ്രാൻസിലെ കാത്തോലിക്ക സഭയെയും പുരോഹിതന്മാരെയൊക്കെ വിമർശിച്ച് ഒരുപാട് ലേഖനങ്ങൾ എഴുതി. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം എന്ത് ചെയ്തു? ഇദ്ദേഹത്തെ ഫ്രാൻസിൽ നിന്ന് പുറത്താക്കി. മറ്റൊരു പ്രധാനപ്പെട്ട ചിന്തകനാണ് റുസോ. ഇദ്ദേഹം ഒരു വിദ്യാഭ്യാസ ചിന്തകനാണ്, അതുപോലെ രാഷ്ട്രമീമാംസകനാണ്. രാഷ്ട്രീയത്തിലൊക്കെ ഒരുപാട് അറിവുള്ള വ്യക്തിയാണ്. ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു സിദ്ധാന്തമാണ് സാമൂഹ്യ ഉടമ്പടി. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കൃതിയും കൂടിയാണ് സാമൂഹ്യ ഉടമ്പടി അഥവാ സോഷ്യൽ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ആശയങ്ങളാണ്: ജനങ്ങൾ തങ്ങളുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനും വേണ്ടി ഒരു കരാർ പ്രകാരം രാജാവിനെ സൃഷ്ടിച്ചു. ഉത്തരവാദിത്വങ്ങൾ രാജാവ് ലംഘിച്ചിരിക്കുന്നു. അതിനാൽ രാജാവിന് ഭരിക്കാനുള്ള അവകാശം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. കാരണം ജനങ്ങളാണ് രാജാവിനെ നിയമിച്ചത്. ആ ജനങ്ങളോടുള്ള ഉത്തരവാദിത്തങ്ങൾ രാജാവ് ശരിയാം വണ്ണം ഉപയോഗിച്ചില്ല എങ്കിൽ രാജാവിന് ഭരിക്കാനുള്ള അവകാശമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ ഇദ്ദേഹം പറഞ്ഞ മറ്റൊരു വാക്കാണ് നല്ല നിയമം നല്ല പൗരന്മാരെ സൃഷ്ടിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അതുപോലെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു വാക്കാണ് മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, എന്നാൽ അവൻ എല്ലായിടത്തും ചങ്ങലയിലാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ ഈ റുസോ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു ചിന്തകനാണ്. ഇദ്ദേഹം ഫ്രഞ്ച് വിപ്ലവത്തെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. ഇദ്ദേഹം ഫ്രാൻസിലുണ്ടായിരുന്ന അധികാരഘടനയൊക്കെ എതിർത്തിരുന്നു. മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ പ്രകൃതിവാദവുമായി ബന്ധപ്പെട്ടതായിരുന്നു, അഥവാ നാച്ചുറലിസവുമായി ബന്ധപ്പെട്ടതാണ്. പ്രകൃതിവാദം എന്ന് പറഞ്ഞാൽ എല്ലാം പ്രകൃതിയിൽ നിന്നാണ്, തെളിവ് സഹിതം ശാസ്ത്രീയമായൊക്കെയാണ് കാര്യങ്ങൾ പഠിക്കേണ്ടത് എന്നൊക്കെയാണ് പ്രകൃതിവാദത്തിൽ ഉൾക്കൊള്ളുന്നത്. ഈ റുസോയുടെ ആശയങ്ങളും കൃതികളുമെല്ലാം ഫ്രഞ്ച് വിപ്ലവത്തിന് വേഗത കൂട്ടി. മറ്റൊരു പ്രധാന ചിന്തകനാണ് മോണ്ടെസ്ക്യൂ. ഇദ്ദേഹം ക്രൈസ്തവ സഭയുടെ ദൂഷ്യങ്ങൾ അഥവാ തെറ്റുകളെയും രാഷ്ട്രത്തിൻ്റെ സ്വേച്ഛാധിപത്യത്തെയൊക്കെ ഇദ്ദേഹം മോണ്ടെസ്ക്യൂ വിമർശിച്ചു. മാത്രമല്ല ഇദ്ദേഹം നിയന്ത്രിത രാജവാഴ്ച അനുകൂലിച്ചിരുന്നു. രാജവാഴ്ച ആവാം ഒരു പാകത്തിന് എന്നുള്ളത് ഇദ്ദേഹത്തിൻ്റെ ഒരു ആശയമായിരുന്നു. ഇദ്ദേഹം വ്യക്തികളുടെ സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുന്നതിനായി എന്ത് ചെയ്തു? ഗവൺമെൻറ്റിൻ്റെ അധികാരത്തെ 3ആയി തരംതിരിക്കണം. എങ്ങനെ? നിയമനിർമ്മാണം, ഭരണനിർവഹണം, നീതിന്യായം എന്നൊക്കെ തരംതിരിക്കണമെന്ന് മോണ്ടെസ്ക്യൂ പറഞ്ഞു. ഇദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേരാണ് നിയമത്തിൻ്റെ ആത്മാവ്, ദ സ്പിരിറ്റ് ഓഫ് ലോസ് എന്നുള്ളത് മോണ്ടെസ്ക്യൂവിൻ്റെ ഒരു പുസ്തകത്തിൻ്റെ പേരാണ്. മറ്റൊരു ചിന്തകനാണ് ജോൺ ലോക്ക് എന്ന് പറയുന്നത്. ഈ ജോൺ ലോക്ക് ഒരു ബ്രിട്ടീഷ് ചിന്തകനാണ്. ഇദ്ദേഹത്തിൻ്റെ ആശയങ്ങളും ഫ്രഞ്ച് ജനതയെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് 2 ട്രീറ്റിസസ് ഓഫ് ഗവൺമെൻറ്. ഈ 2 ട്രീറ്റിസസ് ഓഫ് ഗവൺമെൻറ് എന്ന കൃതിയിൽ അദ്ദേഹം രാജാവിൻ്റെ ദൈവദത്ത അവകാശം, അതുപോലെ സ്വേച്ഛാധികാരത്തെയൊക്കെ ഇദ്ദേഹം എതിർത്തു. ദൈവദത്താധികാരം എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഞങ്ങളുടെ അധികാരം ദൈവം നൽകിയതാണ് എന്നുള്ള രാജാക്കന്മാരുടെ ഒരു ചിന്തയാണ് ദൈവദത്ത അവകാശം എന്ന് പറയുന്നത്. അടുത്തൊരു പ്രധാനപ്പെട്ട ചിന്തകന്മാർക്ക് പറയുന്ന ഒരു പേരാണ് ഫിസിയോക്രാറ്റുകൾ. ഈ ഫിസിയോക്രാറ്റുകൾ സാമ്പത്തിക മേഖലയിൽ പ്രവർത്തിക്കുന്ന സാമ്പത്തിക വിദഗ്ധരെയാണ് ഫിസിയോക്രാറ്റുകൾ എന്ന് വിളിക്കുക. ഈ ഫിസിയോക്രാറ്റുകൾ എന്ന് പറയുന്ന വിഭാഗത്തിലെ ഒരു സാമ്പത്തിക വിദഗ്ധനാണ്
ടർഗോ എന്ന് പറയുന്നത്. ഈ ടർഗോ ഫ്രാൻസിലെ ഭരണാധികാരിയായിരുന്ന ലൂയി പതിനാറാമൻ്റെ ഒരു ഉപദേഷ്ടാവാണ്. അദ്ദേഹത്തിൻ്റെ സഹായിയായിരുന്നു ടർഗോ. ഇദ്ദേഹം ഫ്രാൻസിൻ്റെ സാമ്പത്തിക മേഖല മെച്ചപ്പെടുത്താനായി ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിച്ചു. ഇദ്ദേഹം ആവിഷ്കരിച്ച പദ്ധതികളിലൊക്കെ മധ്യവർഗത്തിൻ്റെ താല്പര്യങ്ങളൊക്കെ ഇദ്ദേഹം പരിഗണിച്ചിരുന്നു. ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ആശയങ്ങളായിരുന്നു എന്ത് ചെയ്യണം, പിന്നെ കൃഷിക്ക് പ്രോത്സാഹനം നൽകുക, ഭക്ഷ്യവസ്തുക്കളിൽ വ്യാപാര സ്വാതന്ത്ര്യം അനുവദിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇദ്ദേഹം ചെയ്തു. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ പരിഷ്കാരങ്ങൾ ഒരാൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ആർക്കാണ് ഇഷ്ടപ്പെടാത്തത്? ഫ്രാൻസിലെ ലൂയി പതിനാറാമൻ്റെ ഭാര്യയായിരുന്ന മേരി ആൻ്റോയിനറ്റിന് ഇഷ്ടപ്പെട്ടില്ല. മേരി ആൻ്റോയിനറ്റ് ഇദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങളൊന്നും അനുസരിച്ചില്ല. ചെലവ് ചുരുക്കാനൊന്നും മേരി ആൻ്റോയിനറ്റിന് താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ മേരി ആൻ്റോയിനറ്റിൻ്റെ എതിർപ്പ് മൂലം ഈ ടർഗോയെ ലൂയി പതിനാറാമൻ പിരിച്ചുവിട്ടു. അങ്ങനെ ടർഗോയെ പിരിച്ചുവിട്ടിട്ട് പിന്നെ പുതിയതായി വന്ന സാമ്പത്തിക വിദഗ്ധനായിരുന്നു നെക്കർ എന്ന് പറയുന്ന വ്യക്തി. നെക്കറും അധികാരത്തിൽ വന്ന ശേഷം ടർഗോയുടെ ഒരുപാട് ആശയങ്ങൾ പിന്തുടരാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹത്തെയും ഇവർ പുറത്താക്കുകയാണ് ചെയ്തത്. നെക്കറേയും പുറത്താക്കി. നെക്കറെ പുറത്താക്കിയെങ്കിലും പിന്നീട് വന്ന ആർക്കും ഫ്രാൻസിൻ്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താനൊന്നും കാര്യമായി ചെയ്യാൻ സാധിച്ചില്ല. അവസാനം എന്ത് ചെയ്തു? വീണ്ടും ഇവർ നെക്കറെ തന്നെ തിരികെ വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അടുത്തതായി നമ്മൾ പറയുന്നത് എസ്റ്റേറ്റ് ജനറലിനെ കുറിച്ചാണ്. എസ്റ്റേറ്റ് ജനറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രാൻസിലെ പാർലമെൻറ്റിൻ്റെ പേരാണ്. അങ്ങനെയുള്ള ഈ ഫ്രഞ്ച് പാർലമെൻറ്റായ എസ്റ്റേറ്റ് ജനറൽ സമ്മേളിക്കാൻ പോവുകയാണ്. എന്തുകൊണ്ടാണ് ഇത് സമ്മേളിക്കാൻ കാരണം? സാമ്പത്തിക പ്രതിസന്ധി ഫ്രാൻസിലുണ്ടായല്ലോ. ആ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ വേണ്ടി പുതിയ നികുതികൾ ചുമത്തുന്നതിനെക്കുറിച്ച് ആലോചിക്കാനാണ് ഈ എസ്റ്റേറ്റ് ജനറൽ സമ്മേളിക്കുന്നത്. എസ്റ്റേറ്റ് ജനറൽ ഇങ്ങനെ വിളിച്ചു ചേർക്കാൻ വേണ്ടി പറഞ്ഞത് സാമ്പത്തിക വിദഗ്ധൻ്റെ പേരാണ് നെക്കർ എന്ന് പറയുന്നതാണ്. നെക്കറാണ് ഇങ്ങനെ എസ്റ്റേറ്റ് ജനറൽ വിളിക്കണമെന്ന് ആരോട് പറഞ്ഞത്? ലൂയി പതിനാറാമനോട് പറഞ്ഞത്. അങ്ങനെ 175 വർഷങ്ങൾക്കു ശേഷമാണ് എസ്റ്റേറ്റ് ജനറൽ സമ്മേളിക്കുന്നത്. 1614 സമ്മേളിച്ച ശേഷം പിന്നീട് 175 വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഫ്രാൻസിലെ ഈ പാർലമെൻ്റ് ഒന്ന് സമ്മേളിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് സമ്മേളിക്കുന്നത്? പുതിയ നികുതികളെക്കുറിച്ച് ആലോചിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി എസ്റ്റേറ്റ് ജനറലിനെ കുറിച്ച് നമുക്ക് കുറച്ചുകൂടി പറയാം. എസ്റ്റേറ്റ് ജനറലിന് എന്തുണ്ട്? ഫ്രാൻസിലെ സമൂഹത്തെ പോലെ തന്നെയാണ് എസ്റ്റേറ്റ് ജനറലും. ആ എസ്റ്റേറ്റ് ജനറലിന് 3 വിഭാഗങ്ങളുണ്ട്. ഒന്നാമത്തെ വിഭാഗം പുരോഹിതർ, രണ്ടാമത്തെ വിഭാഗം പ്രഭുക്കന്മാർ, മൂന്നാമത്തെ വിഭാഗം സാധാരണക്കാർ. ഒന്നാമത്തെ പുരോഹിതരിൽ 285 അംഗങ്ങളാണ്, പ്രഭുക്കന്മാർക്ക് 308 അംഗങ്ങളാണ്, സാധാരണക്കാർക്ക് ആ വിഭാഗത്തിലൊക്കെ 621 അംഗങ്ങളാണ് ഉള്ളത് ഈ എസ്റ്റേറ്റ് പാർലമെൻറ്റിലുള്ളത്. ഇങ്ങനെ ഓരോ എസ്റ്റേറ്റുകളും പ്രത്യേകം ഹാളുകളിലാണ് സമ്മേളനം നടത്തുക. അതുപോലെ ഓരോ സഭയ്ക്കും അഥവാ പുരോഹിതരുടെ സഭ, പ്രഭുക്കന്മാരുടെ സഭ, സാധാരണക്കാരുടെ സഭ, ഇങ്ങനെ ഓരോ സഭയ്ക്കും ഓരോ വോട്ടാണുള്ളത്. അതുകൊണ്ട് തന്നെ പുരോഹിതന്മാരും പ്രഭുക്കന്മാരും ചേർന്ന് കഴിഞ്ഞാൽ അവർക്ക് തന്നെ 2 വോട്ടായി മാറും. ബാക്കിയുള്ള സാധാരണക്കാർക്ക് 1 വോട്ട്. അങ്ങനെ ഏത് കാര്യം വന്നാലും പുരോഹിതന്മാരും പ്രഭുക്കന്മാരും അനുകൂലിച്ച് കഴിഞ്ഞാൽ അത് പാസ്സാവുന്ന രീതിയൊക്കെയാണ് അന്നുണ്ടായിരുന്നത്. ഇങ്ങനെ ഈ എസ്റ്റേറ്റ് ജനറൽ സമ്മേളിച്ചെങ്കിലും മൂന്നാമത്തെ എസ്റ്റേറ്റിലെ അഥവാ സാധാരണക്കാരുടെ എസ്റ്റേറ്റാണ് മൂന്നാമത്തെ എസ്റ്റേറ്റ്, കോമൺസിൻ്റെ എസ്റ്റേറ്റ്. അങ്ങനെ അവരുടെ ഒരുപാട് പ്രശ്നങ്ങളും ആവലാതികളും ആവശ്യങ്ങളും ഈ രാജാവിനോട് പറഞ്ഞെങ്കിലും രാജാവായ ലൂയി പതിനാറാമൻ മൂന്നാമത്തെ എസ്റ്റേറ്റിൻ്റെ ആവശ്യങ്ങളൊന്നും പരിഹരിക്കാൻ വേണ്ട ഒരു മുന്നൊരുക്കങ്ങളും അദ്ദേഹം നടത്തിയില്ല. അതിന് കാരണം ഇദ്ദേഹത്തിന് ഇതിനെക്കുറിച്ചൊന്നും അറിവില്ലായിരുന്നു ലൂയി പതിനാറാമന്. അപ്പോൾ ഇതും ജനങ്ങൾക്ക് ഒരു വിരോധമുണ്ടാവാനൊക്കെ കാരണമായി. സാധാരണക്കാരായ മൂന്നാമത്തെ എസ്റ്റേറ്റിന് ഭരണാധികാരിയോട് ഒരു വിരോധമുണ്ടാകാൻ കാരണമായി. ഇത് ഫ്രഞ്ച് വിപ്ലവത്തിന് കാരണമായി. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എസ്റ്റേറ്റ് ജനറൽ സമ്മേളിച്ചെങ്കിലും അതിൽ സാധാരണക്കാർക്ക് ആവശ്യമായ പരിഗണനയൊന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ എസ്റ്റേറ്റ് ജനറൽ സമ്മേളിക്കുമ്പോൾ ഓരോ സഭയും പ്രത്യേകം ഹാളിലാണ് സമ്മേളിക്കുക. ഇങ്ങനെ പ്രത്യേകം ഹാളിൽ സമ്മേളിക്കാൻ പാടില്ല. എല്ലാ സഭകളും ഒരുമിച്ച് സമ്മേളിക്കണമെന്ന് ആര് പറഞ്ഞു? മൂന്നാമത്തെ എസ്റ്റേറ്റിലെ അംഗങ്ങൾ ആവശ്യപ്പെട്ടു. ഇങ്ങനെ മൂന്നാമത്തെ എസ്റ്റേറ്റിലെ അംഗങ്ങളെല്ലാം ചേർന്ന് 3 സഭകളും ഒരുമിച്ച് ഒരു ഹാളിൽ സമ്മേളിക്കണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും ആദ്യത്തെ 2 സഭകളായ പുരോഹിതന്മാരും പ്രഭുക്കന്മാരും ഇത് അനുസരിച്ചില്ല, അവരിത് അംഗീകരിച്ചില്ല. ഇതിനെ തുടർന്ന് 1789 ജൂൺ 17 മൂന്നാമത്തെ എസ്റ്റേറ്റിലെ അംഗങ്ങളെല്ലാം ചേർന്നുകൊണ്ട് ഞങ്ങളാണ് ഫ്രാൻസിലെ യഥാർത്ഥ ജനപ്രതിനിധികൾ എന്ന് പ്രഖ്യാപിക്കുകയും ഞങ്ങളുടെ ഈ മൂന്നാമത്തെ എസ്റ്റേറ്റ് എന്ന് പറയുന്ന ഈ സഭയാണ് ഫ്രാൻസിലെ ദേശീയ സഭ എന്നും അവർ പ്രഖ്യാപിച്ചു. ഇതാണ് ഫ്രഞ്ച് ദേശീയ അസംബ്ലി എന്ന് പറയുന്നത്.
മൂന്നാമത്തെ എസ്റ്റേറ്റിലെ അംഗങ്ങൾ തങ്ങളുടെ എസ്റ്റേറ്റിനെ എന്താക്കി മാറ്റി, ഫ്രഞ്ച് ദേശീയ അസംബ്ലി എന്നാക്കി മാറ്റുകയാണ് ചെയ്തത്. അടുത്തതായി പറയുന്നത് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. എന്താണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ? ഞാൻ പറഞ്ഞു, ഈ മൂന്നാമത്തെ സഭ എന്ത് ചെയ്തു, അവരൊരു ഹാളിൽ സമ്മേളിച്ചുകൊണ്ട് ഞങ്ങളാണ് ദേശീയ അസംബ്ലി എന്ന് പറഞ്ഞു. എന്നാൽ ഈ സമ്മേളനം നടത്തിയിരുന്ന ഹാൾ എന്ത് ചെയ്തു, ലൂയി 16 എന്ത് ചെയ്തു, മറ്റു 2 സഭകളെയും സഭകളുടെ പിന്തുണയോടുകൂടി പോയിട്ട് ഇവർ ഈ മൂന്നാമത്തെ സഭ സമ്മേളിക്കുന്ന ഹാൾ എന്ത് ചെയ്തു, ഇവർ പൂട്ടി. ലൂയി 16 പൂട്ടി. അങ്ങനെ ഇവർക്ക് സമ്മേളിക്കാൻ ഹാളില്ലാത്ത അവസ്ഥ വന്നു. അങ്ങനെ ഹാള് പൂട്ടുകയും ആ ഹാളിൻ്റെ മുമ്പിൽ പട്ടാളക്കാരെ വിന്യസിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഇവരെന്ത് ചെയ്തു, ഈ മൂന്നാമത്തെ എസ്റ്റേറ്റ് എന്ത് ചെയ്തു, ജൂൺ 20 യാങ് സിൽവിയൻ ബെയ്ലി, അതേപോലെ അബേസിയസ്, മിറാംബോ, ഇങ്ങനെ ഈ 3 പേരുടെ നേതൃത്വത്തിൽ തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു ടെന്നീസ് കോർട്ടിൽ അവർ ഒരുമിച്ച് കൂടുകയും ഞങ്ങൾക്ക് ഒരു വ്യവസ്ഥാപിത ഭരണഘടന ഉണ്ടാക്കുന്നത് വരെ ഞങ്ങൾ പിരിഞ്ഞു പോവുകയില്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ആരാണ് പ്രഖ്യാപിച്ചത്? മൂന്നാമത്തെ എസ്റ്റേറ്റ്. ഈ പ്രഖ്യാപനമാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ, ടെന്നീസ് കോർട്ട് ഓത്ത് എന്നറിയപ്പെടുന്നത്. ഈ സമ്മേളനത്തെ, ഇവരൊരുമിച്ച് കൂടിയ ഈ സമ്മേളനത്തെ ടെന്നീസ് കോർട്ട് അസംബ്ലി എന്നും വിളിക്കാറുണ്ട്. ഇനി ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പെട്ടെന്നുള്ള ആരംഭത്തെക്കുറിച്ച് നമുക്ക് പറയാം. ലൂയി 16 എന്ന് പറയുന്ന ഭരണാധികാരി അവിടുത്തെ സാമ്പത്തിക വിദഗ്ധനായിരുന്ന നെക്കറെ സ്ഥാനഭ്രഷ്ടനാക്കി. നെക്കറെ പിരിച്ചുവിട്ടു. ഈ നെക്കറെ പിരിച്ചുവിട്ടത് ആർക്കും ഇഷ്ടപ്പെട്ടില്ല, ഫ്രാൻസിലെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ജനക്കൂട്ടം എന്ത് ചെയ്തു, ദേഷ്യം പിടിച്ചുകൊണ്ട് ഫ്രാൻസിലെ പ്രധാനപ്പെട്ട ഒരു നഗരമാണ് പാരീസ്. ഈ പാരീസിലെ എന്ത് ചെയ്തു, അവർ ധാന്യ സംഭരണശാലകളും റൊട്ടി കടകളും ഒക്കെ കയ്യേറി. അങ്ങനെ അവർ ഒരുപാട് ആയുധങ്ങളൊക്കെ ഒരുമിച്ച് കൂട്ടി. അങ്ങനെ 1789 ജൂലൈ 14 പാരീസിലെ ബാസ്റ്റിൽ കോട്ട ആര് തകർത്തു, ഈ വിപ്ലവകാരികൾ തകർത്തു. അങ്ങനെ മണിക്കൂറുകൾക്കകം അവരെന്ത് ചെയ്തു, പാരീസ് എന്ന് പറയുന്ന വലിയ നഗരത്തെ അവരുടെ കൈപ്പിടിയിലൊതുക്കി നിയന്ത്രണത്തിലാക്കി. ഇതാണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ തുടക്കം. ഈ ബാസ്റ്റിൽ കോട്ട അവർ പിടിച്ചെടുക്കാൻ കാരണം, ബാസ്റ്റിൽ കോട്ടയാണ് ഈ ഫ്രാൻസിലെ ബൂർബൻ രാജവംശത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു അധികാര കേന്ദ്രമായി, സ്വേച്ഛാധിപത്യത്തിൻ്റെ ഒരു സിമ്പലായിട്ടൊക്കെ അവർ കണ്ടിരുന്നത്. അപ്പോൾ ഇതാണ് അവർ ആദ്യം പിടിച്ചെടുത്തത്. അങ്ങനെ ആ ഫ്രാൻസിലെ പാരീസ് നഗരവും പിടിച്ചെടുത്തു. അങ്ങനെ എല്ലാം ഈ സാധാരണ മൂന്നാമത്തെ എസ്റ്റേറ്റുകൾ ഉൾപ്പെടുന്ന വിഭാഗം എന്ത് ചെയ്തു, നിയന്ത്രണത്തിലാക്കി മാറ്റുകയാണ് ചെയ്തത്. മാത്രമല്ല ഇവരെന്ത് ചെയ്തു, നികുതി പിരിവുകാരെയൊക്കെ ഇവർ ആക്രമിച്ചു. നികുതി പിരിക്കാൻ വന്ന ആൾക്കാരെയൊക്കെ ഈ വിപ്ലവം ആരംഭിച്ച ജനങ്ങൾ എന്ത് ചെയ്തു, അവരൊക്കെ ആക്രമിച്ചു. ഇങ്ങനെ ജനങ്ങളുടെ ആക്രമണത്തിൽ ഭയന്നുകൊണ്ട്, ജനങ്ങളുടെ ഈ സമരത്തെ പേടിച്ചുകൊണ്ട് ലൂയി 16 എന്ത് ചെയ്തു, ജനങ്ങളുടെ സഭയ്ക്ക് പറയുന്ന പേരാണ് എന്ത്, നമ്മൾ നേരത്തെ പറഞ്ഞു, ദേശീയ സഭ. അങ്ങനെ ഈ ദേശീയ സഭ പാസ്സാക്കിയ നിയമങ്ങൾക്കൊക്കെ ആര് അംഗീകാരം നൽകി, ലൂയി 16 അംഗീകാരം നൽകി. എന്തൊക്കെയാണ് ഈ സാധാരണക്കാരടങ്ങുന്ന ദേശീയ സഭ പാസ്സാക്കിയ പരിഷ്കാരങ്ങൾ? ഏതൊക്കെയായിരുന്നു നമുക്ക് നോക്കാം. 1, അവർ അടിമത്തം നിർത്തലാക്കി. 2, പ്രഭുക്കന്മാർക്കുണ്ടായിരുന്ന പ്രത്യേക അധികാരങ്ങൾ അവരെടുത്തു കളഞ്ഞു. 3, ജനങ്ങൾ കാത്തോലിക്ക സഭയ്ക്ക് നൽകേണ്ടിയിരുന്ന നികുതി അഥവാ കരം അവരെന്ത് ചെയ്തു, റദ്ദാക്കി. അതുപോലെ അധികമായി ചുമത്തിയിരുന്ന മറ്റു നികുതികളൊക്കെ എന്ത് ചെയ്തു, റദ്ദാക്കി. തുടർന്ന് ഞാൻ പറയാൻ പോകുന്നത് ഫ്രഞ്ച് വിപ്ലവവും സ്ത്രീകളും തമ്മിലുള്ള ബന്ധമാണ്. ഫ്രഞ്ച് വിപ്ലവത്തിൽ സ്ത്രീകൾക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് പറയാം. തീർച്ചയായും ഫ്രഞ്ച് വിപ്ലവത്തിൽ സ്ത്രീകൾക്ക് പങ്കുണ്ട്. സ്ത്രീകളിൽ നിന്ന് ഒരുപാട് നേതാക്കന്മാരുണ്ടായിരുന്നു. ഫ്രാൻസിൽ ഭക്ഷ്യക്ഷാമം ഉണ്ടായി. അതുപോലെ ദേശീയ സഭയുടെ തീരുമാനങ്ങൾ ലൂയി 16 അനുസരിച്ചില്ല. ഇതൊക്കെ എന്ത് ചെയ്തു, സ്ത്രീകൾക്ക് ലൂയി 16 ഭരണകൂടത്തോടും എതിർപ്പുണ്ടാവാൻ കാരണമായി. ഇങ്ങനെ തങ്ങളോട് സഹകരിക്കാത്ത ലൂയി 16 നയങ്ങൾക്കെതിരെ സ്ത്രീകൾ പ്രതികരിക്കാൻ തുടങ്ങി. 1000-ൽ പരം സ്ത്രീകൾ ചൂല്, വാള്, കുന്തം, തോക്ക് ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഫ്രാൻസിലെ വേഴ്സായ് കൊട്ടാരത്തിലേക്ക്, ഫ്രാൻസിലെ രാജാക്കന്മാരുടെ കൊട്ടാരത്തിന് പറയുന്ന പേരാണ് വേഴ്സായ് കൊട്ടാരം. ഇങ്ങനെ ഫ്രാൻസിലെ പാരീസ് നഗരത്തിലെ ഈ വേഴ്സായ് കൊട്ടാരത്തിലേക്ക് ഇവർ മാർച്ച് ചെയ്തു. ഈ വേഴ്സായ് കൊട്ടാരമാണ് ഫ്രാൻസിലെ ബൂർബൻ രാജാക്കന്മാരുടെ വസതി വീട് എന്നൊക്കെ പറയുന്നത്. ഈ സ്ത്രീകളോടൊപ്പം എന്തുണ്ടായിരുന്നു, വലിയൊരു ജനക്കൂട്ടം ഉണ്ടായിരുന്നു. അങ്ങനെ അവർ രാജാവിനെയും രാജാവിൻ്റെ കുടുംബത്തെയും നിർബന്ധിച്ച് ബലം പ്രയോഗിച്ച് പാരീസിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ നിർബന്ധപൂർവ്വം രാജാവിനെ കൊണ്ട് ദേശീയ സഭയുടെ തീരുമാനങ്ങൾ അംഗീകരിപ്പിക്കുകയും ചെയ്തു ഈ സ്ത്രീകൾ. അങ്ങനെ ദേശീയ സഭയുടെ തീരുമാനങ്ങൾ അനുസരിക്കാമെന്ന് ലൂയി 16 അവർക്ക് ഉറപ്പു നൽകുകയും ചെയ്തു. പ്രധാനപ്പെട്ട ഒരു സ്ത്രീയാണ്
ഒളിബ് ദേഗൂഷ് എന്ന് പറയുന്നത്. ഈ ഒളിബ് ദേഗൂഷ് എന്ന് പറയുന്ന സ്ത്രീ ഫ്രാൻസിലെ ഒരു പൊതുപ്രവർത്തകയാണ്, അതുപോലെ ഒരു നാടകകൃത്തൊക്കെയാണ്. ഇദ്ദേഹം വിപ്ലവകാലത്ത് സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഒരുപാട് വാദിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഈ സ്ത്രീയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് സ്ത്രീ പൗരരുടെയും അവകാശ പ്രഖ്യാപനം, ഡിക്ലറേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് വിമൻ ആൻഡ് ഓഫ് ദ ഫീമെയിൽ സിറ്റിസൺ എന്ന് പറയുന്നതാണ് ഈ സ്ത്രീയുടെ ഒരു ഗ്രന്ഥം. ഈ ഗ്രന്ഥത്തിൽ ഈ സ്ത്രീ പറയുന്നത് പുരുഷന്മാർക്ക് പോലെയുള്ള എല്ലാ അവകാശങ്ങളും സ്ത്രീകൾക്കും തുല്യമായി ലഭിക്കണമെന്ന് ഈ സ്ത്രീ പറഞ്ഞു. അതുപോലെ സ്ത്രീ സമത്വത്തിന് വേണ്ടി വാദിച്ച മറ്റൊരു വനിതയായിരുന്നു മാഡം ഇയാങ് റോളണ്ട് എന്ന് പറയുന്ന സ്ത്രീ. ഇവരുടെ ഈ പ്രവർത്തനങ്ങളുടെ ഫലമായി ഫ്രാൻസിൽ എന്തുണ്ടായി? സ്ത്രീകൾക്ക് സ്വത്തവകാശം കിട്ടി, അതുപോലെ സ്ത്രീകൾക്ക് വിവാഹമോചനം നേടാനുള്ള അവകാശമൊക്കെ കിട്ടി. അടുത്ത ഹെഡിങ്ങാണ് പുതിയ ഭരണഘടന, ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ. ആ പുതിയ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ഒരു വാചകമാണ്, സ്വതന്ത്രരും അവകാശങ്ങളിൽ തുല്യതയുള്ളവരുമായിട്ടാണ് മനുഷ്യർ ജനിക്കുന്നതും ജീവിക്കുന്നതും. ഇത് ഭരണഘടനയുടെ ആമുഖത്തിലൊരു വാക്കാണ്. ഫ്രാൻസിനായി ദേശീയ സഭ തയ്യാറാക്കിയ ഭരണഘടനയുടെ ആമുഖത്തിലാണ് ഈ വാക്യമുള്ളത്. ഈ ഭരണഘടനയുടെ ആമുഖത്തിലുള്ള ഫ്രഞ്ച് മനുഷ്യാവകാശ പ്രഖ്യാപനം ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഫലമാണ്. 1789 നടന്ന ഫ്രഞ്ച് മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൻ്റെ പ്രധാനപ്പെട്ട ആശയങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. 1789 ഫ്രഞ്ച് മനുഷ്യാവകാശ പ്രഖ്യാപനം നടക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട ആശയങ്ങൾ: 1, സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ തുല്യ അവകാശങ്ങളോടെ സ്വതന്ത്രനായി ജീവിക്കുന്നു, എല്ലാവർക്കും തുല്യാവകാശങ്ങൾ വേണം. 2, എല്ലാ രാഷ്ട്രീയ കൂട്ടായ്മകളുടെയും ലക്ഷ്യം മനുഷ്യൻ്റെ സ്വാഭാവികവും അവിഭാജ്യവുമായ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നതാണ്. അവ സ്വാതന്ത്ര്യം, സ്വത്ത്, സുരക്ഷിതത്വം, അടിച്ചമർത്തലുകളെ ചെറുക്കൽ എന്നിവയ്ക്കുള്ള അവകാശമാണ്. അപ്പോൾ എല്ലാ രാഷ്ട്രീയ കൂട്ടായ്മകളുടെയും പാർട്ടികളുടെയും ഒക്കെ ലക്ഷ്യമെന്ന് പറയുന്നത് മനുഷ്യൻ്റെ അവകാശങ്ങൾ, അത്യാവശ്യമായ അവകാശങ്ങളായ സ്വാതന്ത്ര്യം, സ്വത്ത്, സുരക്ഷിതത്വം, അടിച്ചമർത്തലുകൾ ഇല്ലാതാക്കൽ, ഇതിനൊക്കെയുള്ള അവകാശമാണെന്ന് പറഞ്ഞു. 3-ാമത്തെ പോയിന്റ്, എല്ലാ പരമാധികാരവും രാഷ്ട്രത്തിനാണ് കുടികൊള്ളുന്നത്. മറ്റുള്ളവർക്ക് ഹാനികരമല്ലാത്ത പ്രവർത്തനങ്ങൾ നടത്താനുള്ള അധികാരമാണ് സ്വാതന്ത്ര്യത്തിലുള്ളത്. അപ്പോൾ 3-ാമത്തെ പോയിന്റിൽ എന്താ പറയുന്നത്? സ്വതന്ത്രമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാം, പക്ഷെ അതെന്താവാൻ പാടില്ല? മറ്റുള്ളവർക്ക് ഹാനികരം, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവാൻ പാടില്ല. അത് സ്വതന്ത്രമല്ല. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാതെ ചെയ്യുന്നതാണ് സ്വാതന്ത്ര്യം. മറ്റൊരു പോയിന്റ്, 4-ാമത്തെ പോയിൻ്റാണ്, ആശയമാണ്, സമൂഹത്തിന് ഹാനികരമാവുന്ന പ്രവർത്തനങ്ങളെ വിലക്കാനുള്ള അവകാശം മാത്രമേ നിയമത്തിനുള്ളൂ. സമൂഹത്തിന് പ്രശ്നമുണ്ടാക്കുന്ന എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ മാത്രമേ നിയമത്തിന് അത് വിലക്കാനുള്ള അവകാശമുള്ളൂ, അല്ലാതെ ആളുകളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാൻ പാടില്ല എന്നവർ ഈ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ പറഞ്ഞു. അടുത്തതായി പറയുന്നത്, സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ രംഗങ്ങളിൽ ഫ്രഞ്ച് ദേശീയ സഭ നടപ്പിലാക്കിയ പരിഷ്കാരങ്ങൾ എന്തെല്ലാമാണ്? 1, രാജ്യത്താകമാനം ഏകീകൃത ഭരണഘടന നടപ്പിലാക്കി, ഒരുപോലെയുള്ള ഭരണഘടന നടപ്പിലാക്കി, അതാണ് ഏകീകൃതം. 2, അസൈനാറ്റ് എന്ന പേരിൽ പുതിയ കടലാസ് കറൻസി പുറത്തിറക്കി. പുതിയ കടലാസ് കറൻസിയുടെ പേരാണ് അസൈനാറ്റ്. 3-ാമത്തെ പോയിന്റ്, മതമേധാവികളുടെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന സ്വത്തുകളൊക്കെ കണ്ടുകെട്ടി, പിടിച്ചെടുത്തു. 4-ാമത്തത്, പൂർണ്ണമായ മതസഹിഷ്ണുത പ്രഖ്യാപിച്ചു. മതസഹിഷ്ണുത എന്ന് പറഞ്ഞാൽ എല്ലാ മതങ്ങൾക്കും ഒരുപോലെ പ്രാധാന്യം, ആർക്ക് ഏത് മതവും വിശ്വസിക്കാം, പ്രചരിപ്പിക്കാം, അതാണ് മതസഹിഷ്ണുത. അടുത്ത പോയിന്റ്, പുരോഹിതന്മാർ ഗവൺമെൻറ്റിൻ്റെ ശമ്പളം പറ്റുന്നവരായി മാറി. പുരോഹിതന്മാർക്ക് അവർക്ക് തോന്നിയ പോലെ നികുതി പിരിക്കാനൊന്നുള്ള അവകാശമില്ല, അവർ ഗവൺമെൻറ്റിൻ്റെ ശമ്പളം പറ്റുന്ന ജീവനക്കാരായി അവരെ മാറ്റി. ഇങ്ങനെയുള്ള ഈ മനുഷ്യാവകാശ പ്രഖ്യാപനം എന്ത് ചെയ്തു? ദേശീയ സഭയുടെ പരിഷ്കാരങ്ങളെല്ലാം സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് പറയാൻ കാരണം, ആ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൻ്റെ ആശയങ്ങളിൽ നിന്നാണ് ഈ പുതിയ പരിഷ്കാരങ്ങളൊക്കെ, ഈ മതസഹിഷ്ണുതയാണെങ്കിലും മതമേധാവികളുടെ സ്വത്ത് നിയന്ത്രിക്കുന്നതാണെങ്കിലും പിന്നെ ഏകീകൃത ഭരണഘടന, ഇതൊക്കെ ഈ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ നിന്ന് മനസ്സിലാക്കിയെടുത്ത കാര്യങ്ങളിൽ നിന്നാണ് ഈ പരിഷ്കാരങ്ങളൊക്കെ നടപ്പിലാക്കിയത്. ദേശീയ സഭ. അടുത്തതായി പറയാൻ പോകുന്നത് ഭീകരവാഴ്ചയും സെപ്റ്റംബർ കൂട്ടക്കൊലയും. ഇപ്പോൾ ഫ്രഞ്ച് വിപ്ലവം 1789 നടന്നു. അതിനുശേഷം ഫ്രാൻസിൽ അധികാരത്തിൽ വന്നത് ആരായിരുന്നു? ഒരു ദേശീയ സഭയായിരുന്നു. അങ്ങനെ ഈ ദേശീയ സഭ 1792 ഇല്ലാതായി. അതിന് പകരം നാഷണൽ കൺവെൻഷൻ എന്ന് പറയുന്ന ഒരു പുതിയ ഭരണസമിതി നിലവിൽ വന്നു. ഈ നാഷണൽ കൺവെൻഷൻ എന്ന പുതിയ ഭരണസമിതി ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചു. മാത്രമല്ല, അന്നത്തെ ഭരണാധികാരിയായിരുന്ന ലൂയി 16 അവർ
വധശിക്ഷയ്ക്ക് വിധേയമാക്കുകയും ചെയ്തു. ഇങ്ങനെ നാഷണൽ കൺവെൻഷൻ്റെ നേതൃത്വത്തിൽ റിപ്പബ്ലിക്കായ ഫ്രാൻസിൻ്റെ ഭരണം ജാക്കോബിനുകളെന്ന് പറയുന്ന ഒരു വിഭാഗം പിടിച്ചെടുത്തു. ആ സമയത്താണ് ബ്രിട്ടനും ഓസ്ട്രിയയും റഷ്യയും ചേർന്ന് ഫ്രാൻസിനെ ആക്രമിക്കുന്നത്. ഇങ്ങനെ ഫ്രാൻസിനെ ആക്രമിച്ചപ്പോൾ ഈ ആക്രമണത്തെ നേരിടാൻ വേണ്ടി അവരെന്ത് ചെയ്തു, ഒരു പൊതുരക്ഷാ കമ്മിറ്റി ഓഫ് പബ്ലിക് സേഫ്റ്റി രൂപീകരിച്ചു. ഈ പൊതുരക്ഷാ സമിതി എന്ന് പറയുന്ന ഈ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അതിഭീകരമായ ഭരണമാണ് പാരീസിൽ അരങ്ങേറിയത്. പാരീസിൻ്റെ ഭരണം ഡാൻടൺ, അതുപോലെ ഹെർബർട്ട്, മരാട്ട്, റോബസ്പിയർ എന്നീ പ്രമുഖരുടെ കൈകളിലായി മാറി. ഇവരെന്ത് ചെയ്തു, പ്രഭുക്കൾ, പുരോഹിതർ, രാജാവിനെ അനുകൂലിക്കുന്നവർ ഇവരൊക്കെ എന്തായി പരിഗണിച്ചു, രാജ്യദ്രോഹികളായി പരിഗണിക്കുകയും അവരൊക്കെ വധശിക്ഷയ്ക്ക് വിധേയരാക്കുകയും ചെയ്തു. ഇങ്ങനെ വധശിക്ഷയ്ക്ക് വിധേയമാകുന്നതിന് മുമ്പ് ഇവരെയൊക്കെ പിടിച്ച്, പ്രഭുക്കന്മാരെയും പുരോഹിതന്മാരെയും രാജാവിനെ അനുകൂലിക്കുന്നവരെയൊക്കെ പിടിച്ച് എന്ത് ചെയ്യും, ഈ ജയിലുകളിലിടും. അങ്ങനെ ജയിലുകൾ നിറഞ്ഞു. ഈ അറസ്റ്റ് ചെയ്ത ആളുകളെ കൊണ്ട് ജയിലുകൾ നിറഞ്ഞപ്പോൾ ആ ജയിലുകളിലെ തിരക്ക് കുറക്കാൻ വേണ്ടി 1500ഓളം പേരെ എന്തു ചെയ്തു, പാരീസിലെ തെരുവുകളിൽ കൊണ്ടുവന്ന് കൊലപ്പെടുത്തി. ഇങ്ങനെ 1500ഓളം പേരെ പാരീസിലെ തെരുവുകളിൽ വെച്ച് കൊലപ്പെടുത്തിയ ഈ കൂട്ടക്കൊലയ്ക്ക് പറയുന്ന പേരാണ് സെപ്റ്റംബർ കൂട്ടക്കൊല. ഈ സെപ്റ്റംബർ കൂട്ടക്കൊലയ്ക്ക് വേണ്ടി അവർ ഉപയോഗിച്ചൊരു ഉപകരണമായിരുന്നു ഗില്ലറ്റിൻ എന്ന് പറയുന്ന ആളുകളെ കൊല്ലുന്ന ഒരു ഉപകരണം. അതുകൂടാതെ അവരെന്ത് ചെയ്തു, ഒരു പുതിയ ഫ്രാൻസിലെ നിലവിലെ കലണ്ടർ ഉപേക്ഷിച്ചുകൊണ്ട് ഒരു പുതിയ വിപ്ലവ കലണ്ടർ സ്വീകരിക്കുകയും ഒക്കെ ചെയ്തു. അവരുപയോഗിച്ചിരുന്ന ഗില്ലറ്റിൻ്റെ ഫോട്ടോയാണ് സ്ക്രീനിൽ കാണുന്നത്. നമുക്ക് ആ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ആ ഗില്ലറ്റിൻ്റെ താഴെ ഭാഗത്തൊരു ദ്വാരമുണ്ട്. ആ ദ്വാരത്തിൽ കൊല്ലേണ്ടുന്ന ആളുകളെ തല അതിൽ കുടുക്കുകയും മുകളിലെ കാണുന്നത് ഒരു കത്തിയാണ്, നല്ല കനമുള്ള നല്ല കൂർപ്പുള്ള ഒരു കത്തിയാണ്. ആ കത്തി ആ കയറൊന്ന് ലൂസാക്കി കഴിഞ്ഞാൽ മുകളിൽ നിന്ന് താഴേക്ക് വീഴും. താഴേക്ക് വീഴുമ്പോൾ എങ്ങോട്ടാണ് വീഴുക, ആ താഴെ കിടത്തിയ ആളുടെ കഴുത്തിലേക്ക് നേരെ ആ കത്തി വീഴും. നല്ല കനമുള്ള ഭാരമുള്ള കത്തി ആയതുകൊണ്ട് തന്നെ ആ വീഴ്ചയുടെ സമയത്ത് അതിൻ്റെ മൂർച്ചയും ഭാരവും കൊണ്ട് താഴെ കിടക്കുന്ന ആളുടെ തലയും ശരീരവും രണ്ടായി മാറുകയാണ് ചെയ്യുക. ഇങ്ങനെ ഒരുപാട് പേരെ ഗില്ലറ്റിന് ഉപയോഗിച്ചുകൊണ്ട് വധശിക്ഷയ്ക്ക് അവർ വിധേയരാക്കി. മാത്രമല്ല ഗില്ലറ്റിൻ ഉപയോഗിച്ചുകൊണ്ട് പലരെയും കൊന്ന ആൾക്കാരെയും എന്ത് ചെയ്തു, അവസാനം അവർക്കും അവരുടെയും വിധി എന്തായിരുന്നു, ഇതുപോലെ മരിക്കാനായിരുന്നു. ഭീകരവാഴ്ച അവസാനിച്ച ശേഷം ഫ്രാൻസിലൊരു പുതിയ ഭരണഘടന വന്നു. 1795 ഫ്രാൻസിൽ പുതിയ ഭരണഘടന വരുന്നത്. ഈ ഭരണഘടനയിൽ 5 അംഗങ്ങൾ അടങ്ങുന്ന ഒരു സമിതിയാണ് ഭരണം നിർവഹിച്ചിരുന്നത്. ഈ 5 അംഗ സമിതിക്ക് ഈ ഭരണ സംവിധാനത്തിന് പറയുന്ന പേരാണ് ഡയറക്ടറി എന്നുള്ളത്. ഈ ഡയറക്ടറി അഴിമതിയും കെടുകാര്യസ്ഥത എന്ന് പറഞ്ഞാൽ തോന്നിയ പോലെ ഭരണം നടത്താം. ഇതൊക്കെ ഈ ഡയറക്ടറിയുടെ തകർച്ചയ്ക്ക് കാരണമായി. ജനങ്ങൾ ഡയറക്ടറിയുടെ ഭരണത്തിൽ കൂടുതൽ ദാരിദ്ര്യത്തിലേക്ക് നീങ്ങാൻ തുടങ്ങി. അങ്ങനെ അവർ ഈ ഡയറക്ടറിയോടുള്ള വിശ്വാസം സാധാരണ ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടു. അങ്ങനെ ജനങ്ങളൊക്കെ ഇവർക്കെതിരെ തിരിയാനൊക്കെ തുടങ്ങി. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ അനന്തര ഫലങ്ങൾ എന്തെല്ലാമായിരുന്നു? 1. ഫ്രാൻസിൽ ഫ്യൂഡലിസം തകർന്നു. അതുപോലെ പഴയ ഭരണത്തിലെ നിയമങ്ങളൊക്കെ ഇല്ലാതായി. കൂടാതെ സഭയുടെ കൈവശമുണ്ടായിരുന്ന ഭൂമി ഇടത്തരക്കാർക്കൊക്കെ ലഭിച്ചു. പ്രഭുക്കന്മാരുടെ ഭൂമിയൊക്കെ കണ്ടുകെട്ടി ഗവൺമെൻറ് പിടിച്ചെടുത്തു. പ്രഭുക്കന്മാർക്കുണ്ടായിരുന്ന എല്ലാ ആനുകൂല്യങ്ങളും നിർത്തലാക്കി. രാജ്യത്തുടനീളം ഏകീകൃത അളവ് തൂക്ക സമ്പ്രദായം, മെട്രിക് സമ്പ്രദായം നടപ്പിലാക്കി. അതുപോലെ ആധുനിക ദേശീയത എന്ന ആശയത്തിന് പ്രാധാന്യം ലഭിച്ചു. രാജ്യത്തിൻ്റെ നിലനിൽപ്പ് രാജവംശത്തിലൂടെയല്ലാതെ ദേശീയ സ്വഭാവത്തിലൂടെ പ്രകടമായി. രാജവംശത്തിൻ്റെ പ്രാധാന്യം കുറഞ്ഞുകൊണ്ട് ദേശീയതയുടെ കാര്യത്തിലാണ് ഐക്യം വേണ്ടത് എന്ന്, രാജ്യത്തിൻ്റെ നിലനിൽപ്പ് വേണ്ടത് എന്നുള്ള ആശയം വർദ്ധിച്ചു. മറ്റൊന്ന്, രാഷ്ട്രമെന്ന സങ്കല്പം പൂർണ്ണമായ അർത്ഥത്തിൽ നിലവിൽ വന്നു. ഫ്രാൻസ് എന്ന് പറയുന്നത് ഒരു ഭൂപ്രദേശമല്ല, ഫ്രഞ്ച് ജനത ഒന്നാകുകയാണ് എന്ന ആശയം പ്രഖ്യാപിക്കപ്പെട്ടു. ഫ്രാൻസ് എന്ന് പറയുന്നത് അതിരുകളില്ല, ഭൂമി മാത്രമല്ല, ആ ഭൂമിക്കകത്തുള്ള ജനത കൂടി ചേർന്നതാണ് ഫ്രാൻസ് എന്ന് പറയുന്നത് എന്ന ആശയം പ്രഖ്യാപിക്കപ്പെട്ടു. അതുപോലെ ജനാധിപത്യ ഭരണക്രമം എന്നുള്ള ഒരു ആശയം ലോകത്ത് വളർന്നു. ജനാധിപത്യത്തിന് പ്രാധാന്യം ലഭിക്കാൻ തുടങ്ങി. അതുപോലെ 19-20 നൂറ്റാണ്ടുകളിൽ ഏഷ്യയിലും ആഫ്രിക്കയിലും ഒരുപാട് സ്വതന്ത്ര സമരങ്ങൾ നടന്നു. ആ സ്വതന്ത്ര സമരങ്ങൾക്കൊക്കെ പ്രചോദനമായത്, അവർക്കൊക്കെ ഒരു മോട്ടിവേഷൻ ആയത് ഈ ഫ്രഞ്ച് വിപ്ലവമായിരുന്നു. അടുത്ത ഹെഡിങ്, നെപ്പോളിയൻ ബോണപ്പാർട്ട്. ഫ്രാൻസിൻ്റെ കിരീടം അഴുക്കുചാലിൽ കിടക്കുന്നത് ഞാൻ കണ്ടു. ഞാനത് വാളുകൊണ്ടെടുത്ത് വൃത്തിയാക്കി എൻ്റെ തലയിൽ വെച്ചു. ഇതിൽ നമുക്കെന്ത് മനസ്സിലാവാം?
ഫ്രാൻസിൻ്റെ ഭരണം വളരെ മോശമായി കിടക്കുകയായിരുന്നു. അതുകൊണ്ട് ഞാനെന്ത് ചെയ്തു, ഞാനെന്ന് പറയുന്നത് ആരാണ്? നെപ്പോളിയൻ ബോണപ്പാർട്ട്. അദ്ദേഹം അത് യുദ്ധം ചെയ്ത് സ്വന്തമാക്കി, അത് ആ ഭരണം അയാൾ സ്വന്തമാക്കിയിട്ട് എന്ത് ചെയ്തു, അയാൾ നല്ല രീതിയിൽ ഭരിക്കാൻ തുടങ്ങിയെന്നാണ് ഈ ആശയം കൊണ്ട് മുകളിൽ കൊടുത്ത നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെ വാക്ക് നമുക്ക് മനസ്സിലാകുന്നത്. ഫ്രാൻസിൻ്റെ കിരീടം, അതായത് ഫ്രാൻസിൻ്റെ ഭരണം മോശമായി കിടക്കുകയായിരുന്നു, ഞാനത് ഫ്രാൻസ് പിടിച്ചെടുത്തുകൊണ്ട് അവിടെ നല്ല രീതിയിൽ ഭരണം നടത്തി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇനി ആരാണ് നെപ്പോളിയൻ ബോണപ്പാർട്ട്? ഫ്രാൻസിൽ അന്ന് ഭരിച്ചിരുന്നത് ഡയറക്ടറി ആയിരുന്നു. ഡയറക്ടറി എന്ന് പറയുന്ന ആ അധികാര വിഭാഗത്തെ പുറത്താക്കിക്കൊണ്ട് ആരാണ് അധികാരം പിടിച്ചെടുത്തത്? നെപ്പോളിയൻ ബോണപ്പാർട്ടാണ് അധികാരം പിടിച്ചെടുത്തത്. അങ്ങനെ വളരെ മോശമായിരുന്ന ഫ്രഞ്ച് ഭരണത്തെ അദ്ദേഹം പിടിച്ചെടുക്കുകയും അദ്ദേഹം ഒരുപാട് പുതിയ കാര്യങ്ങൾ ഫ്രാൻസിൽ നടപ്പാക്കുകയും ചെയ്തു. ഈ നെപ്പോളിയൻ ബോണപ്പാർട്ട് ആരായിരുന്നു? ഫ്രഞ്ച് സൈന്യത്തിലെ ഒരു ബ്രിഗേഡിയർ ജനറൽ, ഒരു ഉദ്യോഗസ്ഥനായിരുന്നു, പട്ടാളക്കാരനായിരുന്നു നെപ്പോളിയൻ. ഇദ്ദേഹം അധികാരം പിടിച്ചെടുത്ത ശേഷം ഡയറക്ടറിക്ക് പകരം 3 കോൺസൽമാരടങ്ങുന്ന ഒരു പുതിയ ഭരണ സംവിധാനം സ്ഥാപിച്ചു. ഈ 3 കോൺസൽമാരിൽ ഒന്നാമത്തെ കോൺസൽ ആരായിരുന്നു? ഇദ്ദേഹം തന്നെയായിരുന്നു, അഥവാ നെപ്പോളിയൻ ബോണപ്പാർട്ട് തന്നെയായിരുന്നു. അങ്ങനെ അദ്ദേഹം ഈ ഫ്രാൻസിൻ്റെ ചക്രവർത്തിയായി ഇദ്ദേഹം സ്വയം അധികാരമേറ്റു. ഇദ്ദേഹം ഫ്രാൻസിൽ ഒരുപാട് ഭരണ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുകയും ചെയ്തു. ഇദ്ദേഹത്തിൻ്റെ കാലത്ത് ഇദ്ദേഹം ഫ്രാൻസിൻ്റെ ശത്രുക്കളെ ഇല്ലാതാക്കാൻ വേണ്ടി ഒരുപാട് ശ്രമങ്ങൾ നടത്തി. ഇദ്ദേഹം നിരവധി യുദ്ധങ്ങൾ നടത്തി. ഓസ്ട്രിയ, പ്രഷ്യ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ ഇദ്ദേഹം യുദ്ധത്തിൽ പരാജയപ്പെടുത്തി. അന്നത്തെ ഒരു രാജ്യമാണ് പ്രഷ്യ എന്ന് പറയുന്നത്. പ്രഷ്യ ഇന്നില്ല, അന്ന് പ്രഷ്യ എന്ന് പറഞ്ഞിരുന്നത് ജർമ്മനി, പോളണ്ട്, ലിത്വാനിയ, അങ്ങനെ കുറച്ച് രാജ്യങ്ങൾ ഒരു പ്രദേശത്ത് പണ്ട് പറഞ്ഞിരുന്ന പേരാണ് പ്രഷ്യ. അപ്പോൾ ഇവരെയൊക്കെ ഇദ്ദേഹം യുദ്ധത്തിൽ പരാജയപ്പെടുത്തി. പിന്നെ ഇദ്ദേഹത്തിന് ആരെ പരാജയപ്പെടുത്തണം? ബ്രിട്ടനെ പരാജയപ്പെടുത്തണം. പക്ഷേ ബ്രിട്ടൻ ഇദ്ദേഹത്തിൻ്റെ ശത്രുവാണെങ്കിലും ഇദ്ദേഹത്തിന് അറിയാം ബ്രിട്ടനെ പരാജയപ്പെടുത്താൻ ഭയങ്കര പണിയാണ്, ഭയങ്കര പ്രയാസമാണ്. കാരണം ബ്രിട്ടൻ നല്ല ഒരു നാവിക ശക്തിയാണ്. അതുകൊണ്ട് തന്നെ ബ്രിട്ടനെ നേരിട്ട് യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്താൻ കഴിയില്ല എന്ന് നെപ്പോളിയന് മനസ്സിലായി. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? ബ്രിട്ടനെ സാമ്പത്തികമായി എങ്ങനെയും തകർക്കാൻ പറ്റുമോ എന്ന് അദ്ദേഹം ആലോചിച്ചു. അങ്ങനെ സാമ്പത്തികമായി തകർക്കാൻ വേണ്ടി അദ്ദേഹം ആവിഷ്കരിച്ചൊരു പദ്ധതിയാണ് കോണ്ടിനെൻ്റൽ വ്യവസ്ഥ. ബ്രിട്ടനെ സാമ്പത്തികമായി തകർക്കാൻ വേണ്ടി നെപ്പോളിയൻ ബോണപ്പാർട്ട് നടപ്പിലാക്കിയ പദ്ധതിയാണ് കോണ്ടിനെൻ്റൽ വ്യവസ്ഥ. ഈ കോണ്ടിനെൻ്റൽ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഫ്രാൻസിൻ്റെ കൈവശമുള്ളതോ ഫ്രാൻസുമായി സൗഹൃദത്തിലുള്ളതോ ആയ രാജ്യങ്ങളുമായി ബ്രിട്ടന് വ്യാപാരം ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു വ്യവസ്ഥയാണ് കോണ്ടിനെൻ്റൽ വ്യവസ്ഥ. ഈ വ്യവസ്ഥ ബ്രിട്ടന് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ നിരന്തരം യുദ്ധങ്ങൾ നടന്നു. ഇങ്ങനെ യുദ്ധങ്ങൾ നടന്ന അവസാനം 1815 വാട്ടർലൂ യുദ്ധത്തിൽ പിന്നെ ബ്രിട്ടൻ എന്ത് ചെയ്തു? ഫ്രാൻസിനെ പരാജയപ്പെടുത്തി. നെപ്പോളിയൻ ബോണപ്പാർട്ടിനെ അവർ പരാജയപ്പെടുത്തി. ഏത് യുദ്ധത്തിൽ? വാട്ടർലൂ യുദ്ധത്തിൽ. നെപ്പോളിയൻ ബോണപ്പാർട്ട് നടത്തിയ പ്രധാനപ്പെട്ട പരിഷ്കാരങ്ങൾ എന്തെല്ലാമാണ്? ഇദ്ദേഹം നിയമമേഖലയിൽ നടപ്പിലാക്കിയ പരിഷ്കാരമായിരുന്നു നെപ്പോളിയൻ്റെ നിയമസംഹിത നടപ്പിലാക്കി. അതുപോലെ ഫ്യൂഡൽ നിയമങ്ങളൊക്കെ അവസാനിപ്പിച്ചുകൊണ്ട് സമത്വവും മതസ്വാതന്ത്ര്യവും ഉള്ള ഒരു നിയമസംഹിത അദ്ദേഹം നടപ്പിലാക്കി. അതുപോലെ ഇദ്ദേഹം ഒരു കരാറുണ്ടാക്കി. ആ കരാറിൻ്റെ പേരാണ് കൺകോർഡറ്റ്. നെപ്പോളിയനും പോപ്പും തമ്മിലുണ്ടാക്കിയ കരാറാണ് കൺകോർഡറ്റ്. ഇതിലെന്താണ് പറയുന്നത്? പോപ്പുമായി ഉണ്ടാക്കിയ ഈ കൺകോർഡറ്റ് എന്ന് പറയുന്ന കരാർ പ്രകാരം കാത്തോലിക്ക സഭയുടെ പ്രവർത്തന സ്വാതന്ത്ര്യം അവർക്ക് അനുവദിച്ചു കൊടുത്തു. മാത്രമല്ല മറ്റു മതവിശ്വാസികൾക്ക് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യവും അനുവദിച്ചു കൊടുത്തു. അതുപോലെ വിദ്യാഭ്യാസ മേഖലയിൽ നടത്തിയ പരിഷ്കാരങ്ങളാണ് വിദ്യാഭ്യാസം സാർവത്രികമാക്കുക എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം എല്ലായിടത്തും വ്യാപിപ്പിക്കാനുള്ള നടപടികൾ കൈക്കൊണ്ടു. മറ്റൊന്ന്, സർക്കാർ നിയന്ത്രണത്തിലുള്ള വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു. സർക്കാർ നിയന്ത്രണത്തിലുള്ള വിദ്യാലയങ്ങൾക്ക് പറയുന്ന പേരാണ് ലിസൈ എന്ന് പറയുന്ന വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു. അതുപോലെ ഈ വിദ്യാലയങ്ങൾ സ്ഥാപിച്ചതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ സർക്കാർ സർവീസിലേക്കും സൈന്യത്തിലേക്കുമൊക്കെ ആവശ്യമായ വിദ്യാഭ്യാസമുള്ള ആൾക്കാരെ സൃഷ്ടിക്കലായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. അതുപോലെ യൂണിവേഴ്സിറ്റി ഓഫ് ഫ്രാൻസ് എന്ന പേരിലൊരു ദേശീയ സർവകലാശാല സമ്പ്രദായം നെപ്പോളിയൻ ആരംഭിച്ചു. ഇതിലൂടെയൊക്കെ ഫ്രാൻസിൻ്റെ വിദ്യാഭ്യാസ രംഗത്തെ നെപ്പോളിയൻ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുവന്നു. അതുപോലെ സാമ്പത്തിക മേഖലയിൽ ഇദ്ദേഹം നടപ്പിലാക്കിയ പരിഷ്കാരമായിരുന്നു ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിക്കുകയും രാജ്യത്തൊരു ഏകീകൃത കറൻസി സംവിധാനം നടപ്പിലാക്കുകയും ചെയ്തു. അതുപോലെ ഇദ്ദേഹം നടത്തിയ മറ്റൊരു സൈനിക പരിഷ്കാരമാണ് രാജ്യത്ത് സൈന്യത്തെ പല ബറ്റാലിയനുകളായി പുനഃസംഘടിപ്പിച്ചു. ഇനി നെപ്പോളിയൻ ആധിപത്യം സ്ഥാപിച്ച പ്രദേശങ്ങളാണ് ഇറ്റലി, സ്പെയിൻ, സ്വിസ്, കോൺഫെഡറേഷൻ ഓഫ് ദ റൈൻ, ഗ്രാൻഡ് ടച്ച് വാസോ. ഇതൊക്കെ നെപ്പോളിയൻ ആധിപത്യം സ്ഥാപിച്ച പ്രദേശങ്ങളാണ്. ഈ കോൺഫെഡറേഷൻ ഓഫ് ദ റൈൻ, ഗ്രാൻഡ് ടച്ച് വാസോ എന്നൊക്കെ പറയുന്ന ഒരുപാട് രാജ്യങ്ങൾ അടങ്ങിയ ഒരു പ്രദേശമാണ്.
തുടർന്ന് പറയാൻ പോകുന്നത് നമ്മൾ പറഞ്ഞു 1815 വാട്ടർലൂ യുദ്ധത്തിൽ നെപ്പോളിയൻ ബോണപ്പാർട്ട് പരാജയപ്പെട്ടു. നെപ്പോളിയൻ പരാജയപ്പെട്ടതിന് ശേഷം യൂറോപ്പിലെ രാജ്യങ്ങൾ 1815 ഓസ്ട്രിയയിലെ വിയന്നയിൽ ഒരു സമ്മേളനം നടത്തി. ആ സമ്മേളനത്തിൻ്റെ പേരാണ് വിയന്ന സമ്മേളനം. ഈ സമ്മേളനത്തിന് നേതൃത്വം കൊടുത്തത് ഓസ്ട്രിയൻ ചാൻസലറായ മെറ്റേണിച്ച് ആയിരുന്നു. ഈ സമ്മേളന പ്രകാരം ഈ വിയന്ന സമ്മേളനത്തോടു കൂടി യൂറോപ്പിലെ ഫ്രഞ്ച് മേധാവിത്വം അവസാനിച്ചു. അങ്ങനെ യൂറോപ്പിലൊരു മാറ്റം വരികയാണ്. അതുകൊണ്ടാണ് ഇവിടെ ഹെഡിങ് ആയി യൂറോപ്പിൻ്റെ ഭൂപടം മാറ്റി വരയ്ക്കപ്പെടുന്നു കൊടുക്കാൻ കാരണം. ഇങ്ങനെയുള്ള ഈ 1815 വിയന്ന സമ്മേളനത്തിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എന്തെല്ലാമായിരുന്നു? ഒന്ന്, യൂറോപ്പിലെ രാജ്യങ്ങളിൽ ഫ്രഞ്ച് വിപ്ലവത്തിന് മുമ്പുള്ള രാജഭരണം പുനഃസ്ഥാപിക്കണം. മറ്റൊന്ന്, ഫ്രാൻസിൽ ബൂർബൺ രാജഭരണം പുനഃസ്ഥാപിക്കുക. 3, ബ്രിട്ടൻ്റെ നാവിക മേധാവിത്വവും റഷ്യയുടെ കിഴക്കൻ യൂറോപ്പിലെ ആധിപത്യമൊക്കെ അംഗീകരിക്കുക. മറ്റൊന്ന്, മധ്യ യൂറോപ്പിൽ ഓസ്ട്രിയയുടെ മേധാവിത്വം അംഗീകരിക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് വിയന്ന സമ്മേളനത്തിൽ തീരുമാനിച്ച കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. നമുക്കറിയാം, ആധുനിക ലോക ചരിത്രത്തെ പ്രധാനപ്പെട്ട ഒരു വിപ്ലവമായിരുന്നു ഫ്രഞ്ച് വിപ്ലവം. ഫ്രാൻസിൽ നടന്നു. ഇത് ഫ്രാൻസിലെ സാധാരണക്കാരും മധ്യവർഗവും തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് വിപ്ലവത്തിലേക്ക് പ്രവേശിച്ചത്. ഈ ഫ്രഞ്ച് വിപ്ലവം ലോകത്തിലെ പല ഭാഗങ്ങളിലും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കാരണമായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക.